ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ നമ്മൾ എഴുതുമ്പോഴേ സമയമായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ശത്രു. നമുക്ക് അത്യാവശ്യം അറിയാവുന്ന ചോദ്യങ്ങളാണെങ്കിൽ പോലും അത് വായിച്ചെടുത്ത് വരുമ്പോഴത്തേക്കും മിക്കവാറും ഒരു 20-30 ചോദ്യങ്ങളാകുമ്പോൾ തന്നെ ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് കൂടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സമയം അങ്ങ് പോകും. അപ്പോൾ ടൈം മാനേജ് ചെയ്ത് നമുക്ക് ഈ എക്സാം സ്റ്റേജ് 2 വൃത്തിക്ക് എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ എക്സാം എഴുതാൻ പോകുന്നവർക്കെല്ലാം ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് ഇത് റിലേറ്റഡ് പഠിച്ചു പോകാം. നിങ്ങൾക്ക് ഹെവി യൂസ്ഫുൾ ആയിരിക്കും. ബാക്കിയുള്ള കണ്ടന്റ്സ് എവിടെ നിന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നെല്ലാം ഇതിന്റെ ഉള്ളിൽ പറയുന്നുണ്ട്. തുടങ്ങാം നമുക്കിപ്പോൾ. ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം? അപ്പൊ നോക്കാം. ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള കണ്ടന്റ്സ് കുറെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നോക്കിക്കേ, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുക. ഓക്കെ, അപ്പൊ ഇതെന്തായാലും യുണൈറ്റഡ് നേഷന്റെ ലക്ഷ്യമായിരിക്കും. എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഈ ലോജിക്ക് വരത്തില്ല, അത് പേടിക്കേണ്ട. അത് നോർമലായി എല്ലാവർക്കും ഇങ്ങനെയാണെന്ന് തന്നെ ഓർത്ത് വെച്ചോണം. അപ്പൊ സമാധാനവും സുരക്ഷയും നിലനിർത്തുക അല്ലെ. അപ്പൊ അതെ, ജസ്റ്റ് നമുക്ക് ഈ UN-ന്റെ തന്നെ സൈറ്റിൽ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാന്ന് നോക്കാം. മെയിൻറ്റെയിൻ ഇന്റർനാഷണൽ പീസ് അല്ലെ, ലോക സമാധാനം നിലനിർത്തുക, സെക്യൂരിറ്റി ഉൾപ്പെടെ ഹ്യൂമൻ റൈറ്റ്സ് കാത്തു സൂക്ഷിക്കുക, ഹ്യൂമാനിറ്റേറിയൻ എയ്ഡുകൾ, അതായത് ഇപ്പം യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഭക്ഷണം കൊണ്ട് കൊടുക്കുക, അതൊന്നും തടയരുത്. മെഡിക്കൽ അവൈലബിലിറ്റി അതൊന്നും തടയരുത്. അതൊക്കെയാണ് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡുകൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ക്ലൈമറ്റ് ആക്ഷന്, ഇന്റർനാഷണൽ ലോകളെയൊക്കെ എന്താ പറയാ ഉയർത്തിപ്പിടിക്കുക എന്നൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ. ഇതൊന്ന് വായിച്ചിട്ട് പോയാൽ നാളെ സ്റ്റേറ്റ്മെന്റ്സിൽ ഇത് വരുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആണ്. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ആലോചിക്കും, ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ഇത് വരുമോ? ചിലപ്പോൾ വന്നേക്കും. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വരുമോ എന്നൊക്കെ സംശയം വരത്തില്ല. അതിന് ഇത് ജസ്റ്റ് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ മതി, റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ബാക്കി നോക്കിക്കേ. ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്നും രക്ഷിക്കുക ലക്ഷ്യങ്ങളിൽ പെട്ടതാ. അന്താരാഷ്ട്ര ഉടമ്പടികളൊക്കെ സംരക്ഷിക്കുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള UN-ന്റെ ഫംഗ്ഷനാണ്. പിന്നെ ലോകരാഷ്ട്രങ്ങളെ പുരോഗതിയിൽ ആക്കി പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുക, അതിനുവേണ്ടി പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുകയൊക്കെ UN-ന്റെ ഫംഗ്ഷൻസ്. കുറെയൊക്കെ ലോജിക് വെച്ച് നമുക്ക് ഇവിടെ അത് കിട്ടണം. അപ്പം അന്താരാഷ്ട്ര സമാധാനം സുരക്ഷയെ നിലനിർത്തുക, ഓക്കെ അല്ലേ. ഇനി രാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദം വളർത്തിയെടുക്കുക ആയിരിക്കുമല്ലോ യുണൈറ്റഡ് നേഷന്റെ ജോലി തന്നെ, അതായിരിക്കുമല്ലോ അല്ലെ. അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുക. അപ്പൊ അന്താരാഷ്ട്ര സഹകരണങ്ങൾ ഉറപ്പുവരുത്തുക നമ്മളിപ്പോൾ വായിച്ചിട്ട് വന്നതാ. മനുഷ്യാവകാശങ്ങളോടും. അപ്പൊ ഇത് മിക്കവാറും എക്സാം എഴുതിയവർക്ക് ഒരു കൺഫ്യൂഷൻ വന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇതായിരിക്കും. ആലോചിച്ച് നോക്കിയേ, ശരിയല്ലേ? കാരണം ബാക്കി എല്ലാ ലോകവുമായി ബന്ധപ്പെട്ടിട്ട് പറയുമ്പം ഇവിടെ മനുഷ്യന്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇതല്ലല്ലോ യുണൈറ്റഡ് നേഷൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അതൊക്കെയല്ലേ എന്ന് ആലോചിക്കാം, തെറ്റില്ല. അപ്പം പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ ഈ കണ്ടന്റ് ഇവിടെ വായിച്ചിട്ട് വന്നത്. എന്തേ? ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് UN-ന്റെ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുള്ള മെയിൻ ലക്ഷ്യങ്ങളാണ്. ഓക്കെ, അപ്പം മനുഷ്യാവകാശങ്ങളോടും മൗലിക സ്വാതന്ത്ര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ളത് എല്ലാം ആകുന്നു. പിന്നെ ഇതൊക്കെ എങ്ങനെ അപ്പൊ അവിടെ ലോജിക്കലി കിട്ടും എന്നൊക്കെ ചിന്തിക്കത്തില്ല, അതിലൊരു തെറ്റുമില്ല. എക്സാമ്പിളിൽ പോയിരിക്കുമ്പോൾ ഇത് ബ്ലാങ്ക് ആയി പോകും, ഇത് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിട്ടും തോന്നും. ഞാൻ ഒരു കാര്യം പറയാം, ഒത്തിരി പേർക്ക് തെറ്റും. നിങ്ങളെപ്പോലെ തന്നെ എല്ലാവർക്കും അത് പാടാണെന്ന് തന്നെ ഓർത്തോണം. എന്നാൽ ജോലി കിട്ടുകയും ചെയ്യും, ആൾക്കാര് കട്ട് ഓഫ് പാസ്സാവുകയും ചെയ്യും ആണേ. അത് ഓർത്ത് വെച്ചോണം. അതിന്റെ പേരിൽ നമ്മൾ ഡൗൺ ആവുന്നത് നിർത്തണം. റാങ്ക് 1 അടിച്ച ആൾ പോലും സ്ട്രഗിൾ ചെയ്യുന്ന ഫേസുകളാണ് ഡിഗ്രി പ്രിലിംസിന്റെ സ്റ്റേജ് 1കൾ. അതുകൊണ്ട് അതിനെ പറ്റി ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഇല്ലേ, അത് ചിലപ്പോൾ ടഫ് ആയതായിരിക്കും, ശരിയായി അതിന് മാർക്ക് കൂടുതൽ കിട്ടും മോഡറേഷൻ കഴിയുമ്പം. അതുകൊണ്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വന്ന മാർക്കുകളായിരിക്കത്തില്ല കാണുന്നത്, ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പോൾ ധൈര്യമായിട്ട് പഠിക്കുക. ഇപ്പം UN-ന്റെ കുറച്ച് കിട്ടിയോ? ഇനി ഈ പറയുന്നത് ജസ്റ്റ് ഒന്ന് കേട്ടോ. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത്, അതുകൊണ്ട് കുറെ കണ്ടന്റ്സ് ഞാൻ അതിന്റെ പേരിൽ ഒഴിവാക്കി എല്ലാ ക്ലാസ്സിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായതുകൊണ്ട്. UNDP-യുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാ? ന്യൂയോർക്കാണ്. UNEP-യുടെ എവിടെയാ? നെയ്റോബി, കെന്യയാണ്. യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം. ഈ UNEP-യുടെ നേതൃത്വത്തിലല്ലേ വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ നടക്കുന്നത് അല്ലേ? അപ്പൊ ഈ വേൾഡ് എൻവയോൺമെന്റ് ഡേയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഷോർട്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. ഷോർട്സ് ഇനി മുതൽ ശ്രദ്ധിച്ചോണേ. നിങ്ങൾക്ക് ഇനി മുതൽ കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷോർട്സിലൂടെ തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ അകത്ത് ഈ വർഷത്തെ തീമുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഷോർട്സ് നോക്കിക്കും, നിങ്ങൾക്ക് ബോർ അടിക്കത്തില്ല, ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കാൻ പറ്റും. അങ്ങനത്തെ രീതിയിലത്തെ ഷോർട്സ് ആട്ടോ. അപ്പം ഇനി മുതൽ അതും ആ ഒരു വഴിയും കൂടെ പഠിച്ചോണം. ഇനി കറണ്ട് അഫയേഴ്സ് ഒക്കെ അവിടെ തരാനാണ് ഉദ്ദേശം. അപ്പം ഇത് പഠിച്ചോ. അടുത്ത യുനിസെഫ് ആണെങ്കിൽ ന്യൂയോർക്ക് ആണ്. യുനിസെഫ് ന്യൂയോർക്ക്. യുനെസ്കോ, ലെറ്റ്സ് ഗോ പാരീസ്, ലെറ്റ്സ് ഗോ പാരീസ്, ലെറ്റ്സ് ഗോ പാരീസ് എന്ന് എല്ലാ ക്ലാസ്സിലും ഞാൻ പറയാം. യുനെസ്കോ പാരീസ് ആണ്. ഇനി WFP വേൾഡ് ഫുഡ് പ്രോഗ്രാം, ഇത് റെയർ ആയിട്ട് 2025 തന്നെ ചോദിച്ചു. ആലോചിച്ചോടെ. WPF വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ റോമാണ്. വേൾഡ് ഫുഡ് പ്രോഗ്രാം റോമ. ഇപ്പൊ ഇത്രയൊന്ന് വായിച്ച് ഹെഡ്ക്വാർട്ടേഴ്സ് കണക്ട് ചെയ്തോ, ചോദ്യങ്ങൾ വരും, പഠിക്കണം. ഇനി അടുത്ത് നോക്കിക്കേ, ലേബർ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ലേബർ ചെയ്ത്, അതായത് ഓരോ തൊഴിൽ ചെയ്ത് ജീവിക്കണം എന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഈ G അങ്ങ് കിട്ടും, ജനീവയാണെന്ന് ഓർത്ത് വെച്ചോണം. അതേപോലെ ഹെൽത്തി ആയിട്ട് ജീവിക്കണം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ G വെച്ച് കണക്ട് ചെയ്യണം, നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ. FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, റോം, ഇമ്പോർട്ടന്റ്, ഓർത്ത് വെക്കോ. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ റോമ. WFP ഫുഡിൻ്റെത് പിന്നെയും റോമ. ഫുഡിൻ്റെത് വന്നത് റോമ, ഫുഡിൻ്റെ വന്നത് റോമ. ഓക്കെ, ശരി.
IMF ആണെങ്കിലോ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണെങ്കിൽ വാഷിംഗ്ടൺ DC ആണ്. വേൾഡ് ബാങ്ക് ആണെങ്കിലും വാഷിംഗ്ടൺ DC ആണ്. വേൾഡ് ബാങ്കിലും ക്യാഷ് ഉണ്ട്. IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് മണി പറയുന്നതിലും ക്യാഷ് ഉണ്ട്. ഈ ക്യാഷ് ഒക്കെ എന്ത് ചെയ്യുക? കഴുകി ഉണക്കാനിട്ടിരിക്കുക, കഴുകി വാഷ് ചെയ്ത് വെച്ചേക്കുക. വാഷിംഗ്ടൺ DC അങ്ങനെ ഓർത്ത് വെച്ചോണം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെൽത്തിയായി ജനിക്കണം, ജീവിക്കണം. അങ്ങനെ ജി കണക്ട് ചെയ്തിട്ട് ജനീവെ ഓർത്ത് വെക്കണം. പറ്റുമല്ലോ? പറ്റണം. ഇത്രയുമാണ് അഡീഷണൽ ആയിട്ട് ഇതിന്റെ അകത്തുള്ളത്. 1857 കലാപത്തിന്റെ ഫലമായി ഉണ്ടായത് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇതേ കറക്റ്റ് നേതാക്കൾ ആര് എന്തെന്നൊക്കെയുള്ള ബാക്കിയുള്ള എക്സാമിന് ചോദിക്കുന്ന പോലെ ഡിഗ്രി പ്രിലിംസിന്റെ രീതിയിൽ ചോദിക്കുവാണെങ്കിൽ ഇതാണ് അതിന്റെ രീതി. അതായത് കലാപത്തിന്റെ ഫലമായി ഉണ്ടായത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായെന്ന് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. ബ്രിട്ടീഷ് പാർലമെന്റ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പാസ്സാക്കി. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858, അതായത് 57 കഴിഞ്ഞ് തൊട്ടടുത്ത വർഷമുള്ളതാണ് 58. ഈ 58നെ പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1958 എന്ന്. അതിനെ ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയും. അതൊക്കെയാണോ? ശരി. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ച്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ല പിന്നെ ഭരിക്കുന്നത്, രാജ്ഞി ഏറ്റെടുക്കുകയായിരുന്നു ഈ ആക്ട് പ്രകാരം. ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു, അല്ലെ? ഗവർണർ ജനറൽ വൈസ്രോയ് മാത്രമല്ല, തൊട്ടടുത്ത് വേറൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തതാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ശരി. ഇനി സാമുദായിക പ്രാതിനിധ്യം ഡയാർക്കി നിലവിൽ വന്നു. ഇവിടെ നിന്നാണ് റിലേറ്റഡ് ഫാക്ട് തരുന്നത്, ഓർത്തോണം. ഈ 1, 2, 3 മാത്രമാണ്. ഓക്കെ. ഈ സാമുദായിക പ്രാതിനിധ്യവും ഡയാർക്കിയും വന്നിട്ടുള്ളത് നമുക്ക് നോക്കിയാലോ. നോക്കിക്കേ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1919 ഇത് പഠിച്ചു വെക്കണം. എന്തിനാ? ഇവിടെ ഈ ആക്ട് ചോദിച്ച സ്ഥിതിക്ക് റിലേറ്റഡ് ഫാക്ടിൽ ഇത് ചോദിക്കാം. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഇത് വരാം. അതുകൊണ്ട് 1919 മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്ന ഏതാണെന്ന് കുഞ്ഞ് എക്സാമിന് ചോദിക്കും. മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം 1919. മിന്റോ മോർലെ ആണെങ്കിൽ 1909. അതിലെ 1919 മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തിനെയാണ് എന്താ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1919 പറയുന്നതിനകത്താണ് ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 1919 ഓർത്തു വെച്ചോണം. പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ചു, വനിതകൾക്ക് വോട്ടവകാശം വന്നു. ഇതെല്ലാം ഇവിടെ 1919. ഇതിന്റെ ബേസ് 1920 ഇലക്ഷൻ നടത്തിയിട്ടുള്ളത്, വനിതകൾക്ക് വോട്ടവകാശം കൊടുത്തിട്ട്. അപ്പൊ അതിന്റെ ആക്ട് ഏതാ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1919 അല്ലെ? 1919 ആണ്. അപ്പോ 1919 പഠിക്കുമ്പോൾ ഒരെണ്ണം കൂടെ പഠിച്ചു വെക്കണം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 909 അല്ലെ? 1909. ഇതിനെന്ത് പറയും? മിന്റോ മോർലെ ഭരണപരിഷ്കാരം എന്ന് പറയും. അപ്പൊ 1919 ആയിരുന്നെങ്കിലോ മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്ന് പറയും. മോണ്ടേഗു ചെംസ്ഫോർഡിന്റെ അകത്താണ് വോട്ടവകാശം വനിതകൾക്ക് വന്നിട്ടുള്ളത്, പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്, ഡയാർക്കി അല്ലെ? ഓർത്തോണം. 1909 മിന്റോ മോർലെ ചോദിക്കുമ്പോഴോ എന്തോ പറയണം? അതിന്റെ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കമ്മ്യൂണൽ അവാർഡ് മുസ്ലിംസ്. ഇത് ഓർത്തു വെച്ചോണം, ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? അപ്പം കമ്മ്യൂണൽ അവാർഡ് ഫോർ മുസ്ലിംസ് വന്നിട്ടുള്ളത് 1909 മിന്റോ മോർലെ ഭരണപരിഷ്കാരത്തിലാണ്. ഇതാണ് ഇവിടെ ഓർത്തു വെക്കേണ്ടത്, 1909 ആക്ട്. ഇനി 1857 യുദ്ധത്തിന് ശേഷം എന്തൊക്കെ മാറ്റം വന്നു എന്ന് ചോദിച്ച് നമ്മളിവിടെ പഠിച്ചു വെച്ചെങ്കിലും ഒരു കാര്യം ഓർത്തോണം. 1857 റിവോൾട്ട് ഫെയിലിയർ ആകാൻ കാരണമായത് എന്തൊക്കെയെന്നായിരിക്കും അടുത്തൊരു റിലേറ്റഡ് ഫാക്ട് ചോദിക്കാൻ പോകുന്നത്. പിന്നെ ഈ ഒരു സംഭവങ്ങൾ നമ്മൾ പഠിച്ചു വെക്കാൻ ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാംസിനും ഹെവി യൂസ്ഫുൾ ആയിരിക്കും. എന്തൊക്കെയായിരിക്കും കാരണം 1857 റിവോൾട്ട് ഫെയിലിയർ ആവാൻ? ആ സമയത്ത് ഇന്ത്യ എന്നുള്ളൊരു കൺസെപ്റ്റ് മൊത്തത്തിൽ വന്നിട്ടില്ല. യൂണിഫൈഡ് പ്രോഗ്രാമും ഐഡിയോളജിയും ഇല്ലായിരുന്നു അല്ലെ? ഇന്ത്യൻസിനിടെ തന്നെ യൂണിറ്റി ഇല്ലായിരുന്നു. നമ്മുടെ തിരുവിതാംകൂറിൽ ഇതൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല അല്ലെ? സൗത്തിലോട്ടൊക്കെ വരുമ്പോൾ ഇത് വളരെ കുറവാണ്. ഉത്തർപ്രദേശിലാണ് ഇത് കൂടുതലായി നടന്നിട്ടുണ്ടായിരുന്നത്. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കോർഡിനേറ്റഡേ അല്ലായിരുന്നു. ഇന്ത്യ ഫുൾ എന്നുള്ളൊരു കൺസെപ്റ്റും ഇല്ലായിരുന്നു. നാട്ടുരാജ്യങ്ങളെ ഡിവൈഡഡ് ആയിരുന്നു. ഓർമ്മയല്ലേ? ഓക്കെ. ഇനി എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസിന്റെ സപ്പോർട്ടോ ഇൻഫ്ലുവൻസോ അവിടെ വന്നിട്ടില്ലായിരുന്നു. കാരണം അവിടെ ഇന്ത്യ ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ബ്രിട്ടീഷുകാർ. കുറച്ചുപേരെ എതിർക്കുന്നു. അങ്ങനെ യൂണിഫൈഡ് ആയിട്ട് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലായിരുന്നു. പിന്നെ നാട്ടുരാജാക്കന്മാരുടെ പടകളൊക്കെ ആണെങ്കിലും ഈ ബ്രിട്ടീഷ് ആർമി പോലെ തന്നെ മോഡേണോ അല്ലെങ്കിൽ അതേപോലെ തന്നെ പവർഫുള്ളോ അല്ലായിരുന്നു. അതൊരു പ്രോബ്ലം ആയിരുന്നു. ലീഡർഷിപ്പ് വളരെ കുറവായിരുന്നു, കോർഡിനേഷൻ കുറവായിരുന്നു, എക്സെട്ര 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 അല്ലെ? പിന്നെ ഡിവൈഡ് ആൻഡ് റൂൾ പോലെ പല പോളിസീസും ബ്രിട്ടീഷുകാർ ടാക്ടിക്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് 1857 റിവോൾട്ട് ഫെയിലിയർ ആവാൻ കാരണം. ഫെയിലിയർ ആയി കഴിഞ്ഞിട്ട് അതിനു ശേഷം വന്ന മാറ്റങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇത്രയും കിട്ടിയോ? ഇത് ഇത്ര എണ്ണം നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് കിട്ടും. അപ്പൊ ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935 കൂടെ നോക്കിക്കേ. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രത്യേകത എന്താ പറയാ? നമ്മുടെ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്ന ആക്ട് ആണ് ഈ 1935. അതായത് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കടമെടുത്തിട്ടുള്ള ഇവിടെ നിന്നാണ്. ഇവിടെ എന്താ? അബോളിഷൻ ഓഫ് ഡയാർക്കി അബോളിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ പ്രധാനപ്പെട്ടത് എന്തൊക്കെയാ? ബ്രിട്ടീഷ് പാർലമെന്റിന് പ്രയോറിറ്റി കൊടുക്കുന്നു. ഫെഡറൽ കോർട്ട് സ്ഥാപിച്ചു. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഫെഡറൽ കോർട്ട് സ്ഥാപിച്ചിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935 ആണ്. ഇതൊക്കെ ഓർത്ത് വെക്കുവോ അല്ലെ? ജസ്റ്റ് ഇത്ര അറിഞ്ഞു വെക്കുക. ഇനി ഡൽഹിയിലാണെങ്കിലോ ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെങ്കിൽ ജനറൽ ഭക്ത് ഖാനും ചോദിക്കും PSC. അവിടെ അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസൺ ആണ് അല്ലെ? ഡൽഹിയിലെ കശാപ്പുകാരനാണ് ഇദ്ദേഹം.
ജോൺ നിക്കോൾസൺ. അങ്ങനെ തന്നെയാണ് PSC ചോദിച്ചിട്ടുള്ളത്. ലക്നൗ ആണെങ്കിലോ റിപ്പീറ്റഡ് ചോദ്യം, ബീഗം ഹസ്രത് മഹൽ. എന്ത് ലക്കാണ് ആ മഹൽ അവിടെ ഉള്ളത്, എക്സെട്ര എക്സെട്ര എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെച്ച് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ലക്നൗ ബീഗം ഹസ്രത് മഹൽ അവിടെ അടിച്ചമർത്തിയ ആളെ ചോദിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് ഒന്ന് വായിച്ചു പോവുക, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് വന്നാൽ നിങ്ങൾക്ക് അത് കിട്ടും. ഹെൻറി ലോറൻസ്. കാൺപൂര് നാനാ ഭാഗത്തും കണ്ണാണെന്ന് പറയും. കാൺപൂര് നാനാ സാഹിബ്, കാൺപൂര് നാനാ സാഹിബ്. ഇനി ജാൻസി ആൻഡ് ഗ്വാളിയർ ആണെങ്കിലോ അവിടെ ലക്ഷ്മി ഭായ്, റിപ്പീറ്റഡ് ചോദ്യം, അല്ലെങ്കിൽ താന്തിയ തോപ്പിയോ ആണ്. ഓക്കെ അല്ലേ? ഇത് അടിച്ചമർത്തിയത് ആരൊക്കെയും ചോദിക്കാറുണ്ട്, അത് ജനറൽ ഹ്യൂഗ് റോസ് ആണെന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ, ഇപ്പൊ ജാൻസിക്ക് റോസ് കൊടുത്ത് വധിച്ചു, ജാൻസിയെ വധിച്ചതാരാ? ഹ്യൂഗ് റോസ് എന്നുള്ള ജനറൽ ആണെന്ന് ഓർത്ത് വെച്ചോണം. പിന്നെ ബറേലിയിൽ ആരായിരുന്നു? ഖാൻ ബഹദൂർ ഖാൻ. അല ലിയ അല്ലെ, അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് അല ലിയ, അലഹബാദ് ലിയാഖത്ത്, അല ലിയ എന്നുള്ളത് ഓർത്തോണം. ബീഹാർ കൻവാർ. ഓക്കെ, ബീഹാർ കൻവാർ ഓർത്തോണം, ബീഹാർ കൻവാർ സിംഗ്. ഇത്ര ഇമ്പോർട്ടന്റ് അല്ലേ? ഓർത്തു വെച്ചോളൂ അല്ലെ? ശരി. ഇനി നീതി ആയോഗിന്റെ, നമ്മൾ എക്സാമിന് പറഞ്ഞിട്ടുള്ളത് തന്നെ ടോപ്പിക് ആയിരുന്നു, ഇത് അതേപോലെ വന്നിട്ടുണ്ട്. നീതി ആയോഗിന്റെ ഘടനയെക്കുറിച്ചുള്ള സത്യമായ പ്രസ്താവന ഏതൊക്കെയാണ്? അപ്പൊ നീതി ആയോഗിന്റെ കാര്യങ്ങൾ അവിടെ ചോദിച്ചിട്ടുള്ളത് നമുക്ക് നോക്കിയാലോ. ഏതൊക്കെ വരും? ഭാരതത്തിന് പ്രധാനമന്ത്രി നീതി ആയോഗിന്റെ ചെയർമാൻ. നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാ, ഇഷ്ടംപോലെ പറഞ്ഞിട്ടുള്ള പ്രധാനമന്ത്രിയാണ് ചെയർമാൻ. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷനെ പോലെ നീതി ആയോഗിന്റെ സ്ഥിരമായ 5 വർഷത്തെ കാലാവധി ഇല്ല. പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു 5 വർഷം, അങ്ങനെ 12 പ്ലാനിംഗ് കമ്മീഷൻസേ ഉള്ളായിരുന്നു. അതിനുശേഷം വന്നിട്ടുള്ളതാണ് ഈ നീതി ആയോഗ് അല്ലെ. അതിന് ഇത്ര വർഷം എന്നില്ല, സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പ്ലാനുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ആണേ. ഇനി നീതി ആയോഗിന്റെ ഭരണസമിതിയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നുണ്ട്. ശരിയാണോ? അതും ശരിയാണ്. ഓക്കെ, അപ്പൊ എല്ലാ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നുണ്ട്. നീതി ആയോഗ് ഒരു സ്വയംഭരണ ഭരണഘടനാ സ്ഥാപനം അല്ല. ആണെങ്കിൽ ആർട്ടിക്കിൾസ് നമ്മൾ പഠിച്ചേനെ. ഇത് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ തന്നെ ഉണ്ടായി തന്നെ 4 ഉള്ളത് ഒഴിവാക്കിയാൽ തന്നെ ഈ 2 എണ്ണം പോകും ഇല്ലേ? എലിമിനേഷനാണ് പറയുന്നത്. 2 എണ്ണം പോകും, കാരണം നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും പഠിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇനി ഇതൊന്നും അറിയത്തില്ല, ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ എന്ത് വേണം? കമന്റ് ചെയ്യുക. കമന്റ് ബേസ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ ഇഷ്ടം പോലെ തരാം. ഓക്കെ, അതേപോലെ ഇനി അടുത്ത ASM വരുന്നുണ്ട്, ലബോറട്ടറി അസിസ്റ്റന്റ് വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഏത് എഴുതുന്നു ആ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ ഫാൽക്കൺ PSC ചാനലിൽ തന്നെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പോ C D റെഡി, 2 എണ്ണം ക്യാൻസൽ ചെയ്യാം. പിന്നെ നമ്മളിത് വായിച്ചു വന്നപ്പോൾ തന്നെ ഐഡിയ കിട്ടി, ഒന്ന് മാത്രമല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതിലോട്ട് വേണേലും പോയി നിൽക്കാം. ഡിഗ്രി പ്രിലിംസിന്റെ അകത്ത് മെയിൻ ആയിട്ട് എലിമിനേഷൻ ലോജിക്ക് ഉപയോഗിക്കാം. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. എന്തൊക്കെയാ? റിപ്പീറ്റഡ് ചോദ്യമായിരുന്നേ. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ ആവാസ സുരക്ഷിത കേന്ദ്രങ്ങളാക്കി മാറ്റുക. വായിച്ച നീതി ആയോഗിന്റെ ലക്ഷ്യം ഇമ്പോർട്ടന്റ്, ഉപയോഗം വരും. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുക. കുറച്ചു മുമ്പേ യുണൈറ്റഡ് നേഷന്റെ ലക്ഷ്യം എന്ന് ചോദിച്ച പോലെ ഇത് ചോദിക്കും. ഇനി നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുക, സഹകരണ ഫെഡറലിസം ഉറപ്പാക്കുകയൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഓക്കെ, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഗ്ലോബൽ മാർക്കറ്റിനോട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മാർക്കറ്റുകളെ പ്രാപ്തമാക്കുക. ഇതൊക്കെ നീതി ആയോഗിന്റെ ലക്ഷ്യമാണ്. സേവന വ്യവസായ മേഖലയിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. റിപ്പീറ്റഡ് സ്റ്റേറ്റ്മെന്റ് ആണിത്, റിപ്പീറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓർത്തോണം. ഒത്തിരി തവണ ഇത് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്നുള്ളതാ ലക്ഷ്യം ആണ്. എന്നിട്ട് കാർഷിക മേഖലയിലെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. അതുപോലെ മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. മധ്യവർഗത്തെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാങ്കേതിക വളർച്ചയ്ക്ക് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് ഓർത്തിച്ചാണ്. ഇത് 2-3 തവണ വായിച്ചു പോയാൽ മതി, ബൈ ഹാർട്ട് ഓർത്തിരിക്കത്തില്ലെന്ന് വെച്ചാൽ. ഇപ്പൊ പഠിക്കുന്ന ഒരു ആളുടെ ബേസിലാണ് ഞാൻ പറയുന്നത്. ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതറിയാം, നമ്മുടെ ക്ലാസ്സിൽ തന്നെ കുറെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഉറപ്പായിട്ടും കണ്ടന്റ് ക്ലാസ്സിൽ നിന്ന് ഇത് കിട്ടിക്കാണും. പുത്തനായിട്ടുള്ള ഒരാളുടെ ഞാൻ പറയും 2-3 തവണ നിങ്ങൾ വായിച്ചു പോകണം. ഇനി വരാൻ പോകുന്ന എക്സാം അടുത്തല്ലേ, അതുകൊണ്ട് ഇത് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതെല്ലാം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിക്ക്. ഓപ്ഷൻ A എന്നും B എന്നും C എന്നും തന്നാൽ പോലും ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുമ്പോൾ ഞെട്ടും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അറിയാവുന്നതിൽ പോലും എന്തായിരിക്കും കാര്യം? നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് എടുത്ത് വർക്ക്ഔട്ട് ചെയ്യാത്തതുകൊണ്ട് പറ്റുന്ന കാരണം മാത്രമാണ്. അതുകൊണ്ട് ഡെയിലി ഒരു 10 ചോദ്യം എവിടെന്നെങ്കിലും ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹെവി യൂസ്ഫുൾ ആവും. ഓക്കെ, ശരി, പോട്ടെ. അടുത്ത ആധുനിക സാങ്കേതിക വിദ്യയുടെ നമ്മൾ പറഞ്ഞല്ലോ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ഓക്കെ അല്ലേ? ഇതൊക്കെയാണ് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ. ഇനി ടീം ഇന്ത്യ എന്നറിയപ്പെടുന്നത് നീതി ആയോഗാണ്. ഇമ്പോർട്ടന്റ് ചോദിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ അധ്യക്ഷൻ. പ്രഥമ ഉപാധ്യക്ഷൻ ആരാന്നുള്ളത് റിപ്പീറ്റഡ് ചോദ്യം, അരവിന്ദ് പനഗരിയാണ്. പ്രഥമ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരി. അദ്ദേഹത്തിന്റെ ബുക്കും ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യ ദി എമർജിംഗ് ജയന്റ്. ഓക്കെ,
അപ്പം PSC ചോദിച്ചിട്ടുള്ള ചോദ്യം റിലേറ്റഡും പഠിക്കുന്നതായിരിക്കും ഏറ്റവും അഡ്വാൻറ്റേജ് നമുക്ക് തരുന്നത് മറ്റെന്തിടത്ത് ഓടി നടക്കുന്നതിലും. ഓക്കെ, അത് ഓർത്തോണം. അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നിതി ആയോഗിന്റെ പുതിയ ഉപാധ്യക്ഷൻ ആരാ? സുമാൻ കെ ബറി. ഓക്കെ, സുമാൻ കെ ബറിയാണ് പുതിയ ഉപാധ്യക്ഷൻ. പുതിയ സിഇഒ, നിലവിലത്തെ സിഇഒ BVR സുബ്രഹ്മണ്യം. സിഇഒ സൂപ്പറ, സിഇഒ സൂപ്പറ, സിഇഒ സൂപ്പറ, സിഇഒ സൂപ്പറ, സിഇഒ സൂപ്പറ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യം. സിഇഒ സൂപ്പറ സുബ്രഹ്മണ്യം, സിഇഒ സൂപ്പറ, സിഇഒ സൂപ്പറ എന്ന് ഞാൻ ചുമ്മാ പറയുമ്പോൾ തന്നെ നമുക്കത് കണക്ട് ചെയ്യും. അതിനു വേണ്ടി പറയുന്നത് കേട്ടോ. സിഇഒ സുബ്രഹ്മണ്യം, BVR സുബ്രഹ്മണ്യം ഓർത്തോണം. ഇനി നീതി ആയോഗിന്റെ പ്രഥമ സിഇഒ സിന്ധുശ്രീ ഗുള്ളാറോ ആണ് ആദ്യത്തേത്. ഓക്കെ, ആദ്യത്തെ അതേപോലെ ഉപാധ്യക്ഷൻ അരവിന്ദ് പരകരിയ, നിലവിലത്തെ സുമാൻ കെ ബറി. ഓക്കെ, പഠിച്ചിട്ടേ പോകാം. ഒന്നും നോക്കണ്ട, ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ബെനിഫിറ്റ് ആയിരിക്കും. ഈ എക്സാം എഴുതുന്നതിലും ഇനി വരുന്നതിലും എല്ലാത്തിലും നല്ല അഡ്വാൻറ്റേജ് ഉണ്ടാകും. അതുകൊണ്ട് ഓരോ സെക്കൻഡും ഹാപ്പി ആയിട്ടിരുന്ന് ഈ വീഡിയോ കണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോകണം. ഓക്കെ, ഇനി നീതി ആയോഗിന്റെ ഭരണസമിതിയിലെ അംഗങ്ങൾ നോക്കി, എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, ഇതൊക്കെ നമ്മൾ കണ്ടന്റ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇനി ഇതിന്റെയൊക്കെ ക്ലാസ്സസ് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തരാം. അപ്പോഴത്തേക്ക് ഞാൻ നോട്ടിഫൈ ചെയ്യാം, ഇനി ചെയ്തിട്ട് പറയാം. ഓക്കെ, ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണർമാരായിരിക്കും ഉള്ളത്. സംസ്ഥാനങ്ങളിലെ ചീഫ് മിനിസ്റ്റർമാർ. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഒരു ഉപാധ്യക്ഷൻ ഉണ്ടാകും. സ്ഥിരാംഗങ്ങളുണ്ട്, 5 അനൌദ്യോഗിക അംഗങ്ങളുണ്ട്, എക്സെട്ര എക്സെട്ര ഉണ്ട്. ഇത്രയും സാധനങ്ങൾ ഓർത്തു വെക്കണം. ഇനി നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഈ കൂട്ടത്തിൽ ഏതൊക്കെയാണ്? ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെ വരുമെന്നറിയാമോ? ഇത് ഫുള്ള് വായിച്ച് നമ്മുടെ സമയം പോകും. എക്സാം ഉള്ളിൽ ഒരു 5 മിനിറ്റേലും പോകും കേട്ടോ. അതാണ് ഈ ക്വസ്റ്റ്യൻ ഇടുന്നവരുടെ ലക്ഷ്യം. ഇനി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് ആദ്യം ശരി വായിച്ചു നോക്കാം, എന്നിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ എങ്ങനെ അതിനെ നേരിടാം എന്നുള്ളത് പറയാം. നികുതി വരുമാനം സർക്കാർ നിർബന്ധമായി ഈടാക്കുന്ന നികുതികളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ്. ഇല്ല, നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ ടാക്സ് ഓൾറെഡി അടയ്ക്കാം, അപ്പൊ നിർബന്ധമായിട്ടുള്ളത് അത്. എന്നാൽ ഫൈനും പെനാൽറ്റിയും നിർബന്ധമായിട്ട് അടയ്ക്കണോ? അടച്ചാൽ പോരെ, അതാണ് വ്യത്യാസം. നോക്കിക്കേ, അതേസമയം നികുതിയേതര വരുമാനം സർക്കാർ സേവനങ്ങൾ, ഫീസ്, നിക്ഷേപങ്ങൾ എന്നിവ വഴി ലഭിക്കുന്നതുമാണ്. ശരിയല്ലേ? ആണ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ. ടാക്സ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൽ ഓൾറെഡി ഇൻക്ലൂഡ് ആണ് ടാക്സ്. ഓക്കെ, എന്നാൽ ഫീസ് നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്ത ഫീസ് അടച്ചാൽ പോരെ? അതെ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ ഫൈൻ അടച്ചാൽ പോരെ? അപ്പം ഇതാണ് ഇവിടെ തന്നിട്ടുള്ളത്. പക്ഷേ ഇത് ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അടുത്തത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കേ. ഇതെങ്ങനെ ഒപ്റ്റ് ഔട്ട് ചെയ്യാം നോക്കാം. നികുതി വരുമാനം വ്യക്തികളിൽ നിന്നും ബിസിനസ്സുകളിൽ നിന്നുമാണ് ഈടാക്കുന്നത്. എന്നാൽ നികുതിയേതര വരുമാനം ബിസിനസ്സുകളിൽ നിന്നും മാത്രമാണ്. അങ്ങനെയാണോ? നികുതിയേതര വരുമാനം എന്ന് പറഞ്ഞാൽ ഫീസ്, ഫൈൻ ഒക്കെ വരും. നമ്മൾ ഹെൽമെറ്റ് ഇല്ലാതെ പോയാലും വരും. അപ്പൊ അത് ബിസിനസ്സുകളിൽ നിന്ന് മാത്രമാണോ? അല്ല. അങ്ങനെ ഇത് ബ്ലണ്ടർ ആണ്. ഇത് ക്യാൻസൽ ചെയ്ത് കളയാം. മനസ്സിലായോ? അങ്ങനെ തെറ്റം തോന്നി അങ്ങ് ഒഴിവാക്കിയേക്കണം. എന്നിട്ട് ആ ഒന്നുള്ളതൊക്കെ അങ്ങ് കളഞ്ഞേക്കണം. അപ്പൊ തന്നെ എന്ത് ചെയ്യും? 2 ഓപ്ഷൻസിലും മാറി കിട്ടും. ഇങ്ങനെയാ നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഡിഗ്രി ലെവലിന്റെ പ്രത്യേകിച്ച് ഇത് നിങ്ങൾ പഠിച്ചു മുന്നോട്ട് പോകാമെങ്കിൽ ഇനി വരുന്ന എക്സാംസിലൊക്കെ നിങ്ങൾക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതൊന്ന് ക്യാൻസൽ ചെയ്തല്ലോ. ഇത് 2ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇതേപോലെ ബാക്കി വായിക്കുമ്പോഴേ നമുക്ക് ബ്ലണ്ടറുകൾ മനസ്സിലാകും. ഓക്കെ ആണോ? നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സർക്കാരിലേക്കുള്ള നിർബന്ധം. നികുതിയേതര വരുമാനം സർക്കാരിലേക്ക് നിർബന്ധമാണോ? ചുമ്മാ ഫൈൻ അടയ്ക്കണോ? വേണ്ട. അപ്പൊ ഇത് തന്നെ ക്യാൻസൽ. അപ്പൊ 3 ക്യാൻസൽ ചെയ്യാം. ഇങ്ങനത്തെ ലോജിക്കലി നമുക്ക് ചെയ്തിട്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാം അറിഞ്ഞു പോയി എക്സാം എഴുതുന്നവരില്ല. അത് ഓർത്ത് വെച്ചോണം കേട്ടോ. ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം, എഴുതി വെക്കണം. എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇത് വായിച്ചിട്ട് പോകണം. എന്തിനാണെന്നറിയാം? നമ്മൾ മനസ്സ് ഡിസ്കറേജ്ഡ് ആയിട്ട് പോകും. അയ്യോ, ഇത്രയും ചോദ്യം ഞാൻ എങ്ങനെ ചെയ്യും? ഇതേ ചോദ്യത്തിലാണ് എല്ലാ പാസ്സാവുന്നവരും പോകുന്നതെന്ന് ഓർക്ക്. അത് മനസ്സിലാക്കുക. നിങ്ങൾ പാസ്സായി കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കത്തില്ല ഈ വന്ന വഴി. അത് വേറെ കാര്യം. അതുകൊണ്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. അടുത്ത എക്സാം എഴുതണമെങ്കിൽ ഇത് ഓർത്തോണം. എല്ലാവരും ടെൻഷനോടെ ഈ ക്വസ്റ്റ്യൻസ് മൊത്തം പഠിച്ചിട്ടും കണ്ടിട്ടും അല്ല ആരും പോകുന്നത്. ഇതിനെ അറിയാവുന്ന സംഭവങ്ങളൊക്കെ മാർക്ക് ചെയ്ത് ബാക്കി എലിമിനേറ്റ് ചെയ്താൽ മുന്നോട്ട് പോകുന്നത്. അത് ഉറപ്പ് വരുത്തി സൂപ്പർ ആയിട്ട് പൊക്കോ കേട്ടോ. അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഇനി ഡയറക്ട് ടാക്സ് എന്തൊക്കെയാന്ന് പറഞ്ഞുതരാം. നേരിട്ട് നമ്മൾ അടയ്ക്കുന്നത് ഡയറക്ട് ടാക്സ്, അതായത് ഇൻകം ടാക്സ്. എനിക്ക് ഇത്ര വരുമാനം ഉണ്ട്, ഞാൻ അടയ്ക്കുന്നത് ഇൻകം ടാക്സ്. കോർപ്പറേറ്റ് ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, ഇതൊക്കെ നേരിട്ട് അടയ്ക്കുന്നത് സർക്കാരിന്. ഓക്കെ, ഇതാണ്. അപ്പൊ ഒന്ന് വായിച്ചു, നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ വേണ്ടി ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർക്കാർ നേരിട്ട് അടയ്ക്കുന്നില്ല, ഇടനിലക്കാഴം വഴി. ഇന്ന് നമ്മളല്ല മറ്റൊരാൾ വഴിയായിരിക്കും അത് അടയ്ക്കുന്നത്. അതായത് നോക്കിയേ, കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, സെയിൽസ് ടാക്സ്. നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ TV ഉൾപ്പെടെ വാങ്ങിച്ചു, TVക്ക് 20,000 രൂപ നമ്മൾ മൊത്തത്തിൽ കൊടുക്കും. അത് ടാക്സ് ഇൻക്ലൂഡാണ്. നമ്മൾ ആ കടക്കാണ് കൊടുക്കുന്നത്. ആ കടക്കാരാണ് സർക്കാരിന് അടയ്ക്കുന്നത്. മനസ്സിലായോ? കൈമാറിപ്പോവും. ഒരാളിൽ മാത്രമല്ല നിൽക്കുന്നത്, വേറൊരാളിലേക്ക് ചെല്ലുന്നുണ്ട്. നേരിട്ടല്ലാതെ ഒരു ഇടനിലക്കാരൻ വഴി സർക്കാരിലേക്ക് അടയ്ക്കുന്ന നികുതിയാണ് പരോക്ഷ നികുതി, ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. ഇതാണ് ടാക്സുകൾ. മനസ്സിലായോ? ഉദാഹരണം തന്നിട്ടുണ്ട്, വായിച്ചു നോക്കി പഠിക്കണം. ഓക്കെ, അടുത്ത് നോക്കിക്കേ. അതായത് ഏറ്റവും ടഫസ്റ്റ് ചോദ്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഇത് പാടാണെന്ന് വിചാരിക്കേണ്ട. ഏറ്റവും ടഫസ്റ്റ് ചോദ്യങ്ങൾ തന്നെ. കേരള PSC കണ്ടക്ട് ചെയ്യുന്ന എക്സാമിലെ ടഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് അത്രയും ഡിഫിക്കൽട്ട് ആയിരുന്നു സ്റ്റേജ് 1. സമയം കിട്ടിയില്ല. മെയിൻ ആയിട്ട് ജോഗ്രഫി ഭാഗങ്ങൾ വായിച്ചിരുന്നാൽ ഇരുന്ന് പോകുന്ന പോലെയോ.
അതുപോലെ അങ്ങനത്തെ ടഫായ ചോദ്യങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് കൂടുതൽ കിട്ടും. മനസ്സിലായോ? അതുകൊണ്ട് ധൈര്യമായിട്ട് പോയി ചെയ്യണം. അല്ലാതെ എക്സാമിന് മുന്നെയോ എക്സാം എഴുതിയിട്ടിരിക്കുന്നവരും ടെൻഷൻ അടിക്കേണ്ട, ബാക്കി പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ. ഇനി വരുമാന കമ്മിയും ധനക്കമ്മിയും തമ്മിലുള്ള വ്യത്യാസം ശരിയായി വ്യക്തമാക്കുന്ന പ്രസ്താവന ഏത്? ഇത് വളരെ ടഫ് ചോദ്യമാണ്. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ഈ വീഡിയോ കാണുന്നവർ നമ്മുടെ മുന്നേ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര തവണ ക്ലാസ്സിൽ ഇത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ, ഇല്ലേ? എത്ര തവണ ഇതിന്റെ വീഡിയോസ് ഇത്ര ഇക്വേഷൻസ് എടുത്തിട്ടുണ്ട്? വരുമാന കമ്മിയും ധനക്കമ്മിയും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത്. അത് ആദ്യം പഠിച്ചിട്ട് വരാം, ബാക്കിയുള്ളത് വായിച്ച് തലയിൽ കയറരുത്, അതിന് മുന്നേ വായിച്ച് പഠിച്ചിട്ട് വരാം. റവന്യൂ കമ്മി എന്ന് പറയുമ്പോൾ റവന്യൂ കിട്ടുന്നു, കമ്മി എന്ന് പറയുമ്പോൾ കുറവാണ്. റവന്യൂ കമ്മി എത്ര കുറവുണ്ടെന്നുള്ളതാ, അത് ചെലവായിരിക്കും അവിടെ കൂടുതൽ, അല്ലെ? എനിക്ക് ചിലവ് 20,000 വരുമാനം 5,000 ആണെന്നുണ്ടെങ്കിൽ എന്റെ റവന്യൂ കമ്മി എത്ര? 15,000 രൂപയാണ് എനിക്ക് കടം. ആ ഒരു വെച്ച് കണക്ട് ചെയ്യാവോ? അപ്പം ഇതാണ് റവന്യൂ കമ്മി എന്ന് പറയുന്നത്. നമ്മുടെ റവന്യൂ ചെലവിൽ നിന്നും റവന്യൂ വരവ് കുറയ്ക്കുന്നു, വരവ് കുറയ്ക്കുന്നു. ഇത് റവന്യൂ കമ്മി. ഇത് ഓർത്ത് വയ്ക്കാവോ? റവന്യൂ കമ്മി, അതായത് റവന്യൂ കമ്മി ഉണ്ടാക്കുന്നത് റവന്യൂ വരുമാനം റവന്യൂ ചിലവിനേക്കാൾ കുറവാകുമ്പോഴാണ്. റവന്യൂ വരുമാനം കുറവ്, റവന്യൂ വരുമാനം 1000 രൂപയാണെന്ന് വെച്ചോ, ചുമ്മാ പറയുവാണ്. റവന്യൂ ചെലവെന്ന് പറയുന്നത് 2000 രൂപ. ഇതാണ് റവന്യൂ കമ്മി. മനസ്സിലായോ? ഇതല്ലേ നമ്മൾ പറഞ്ഞത്. ഇത് എക്സാമുകളിൽ ഇരിക്കുമ്പോൾ അങ്ങനെ അങ്ങ് വരത്തില്ല, അതിനാ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ടോ, നോർമൽ. ഇനി ബാക്കി നോക്കാം. അതേസമയം ധനക്കമ്മി ഉണ്ടോ? എത്ര തവണ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. ധനക്കമ്മി എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തം ചെലവ്. ധനക്കമ്മിയിൽ എന്ന് പറയുമ്പോൾ ധനത്തിന്റെ മൊത്തം ചെലവ് ഇപ്പൊ എത്ര രൂപയാ? ചെലവ് ചുമ്മാ പറയുവാണ്, ഇത് കോടികളുടെ കണക്കാ, പക്ഷെ ഞാൻ ചുമ്മാ പറയുക, 2000 രൂപയാണ് റവന്യൂ ചെലവ്. ഇനി അപ്പൊ അടുത്ത റവന്യൂ വരവല്ലേ പറയണ്ടേ? റവന്യൂ വരവെന്ന് പറയുമ്പോൾ ഞാൻ റവന്യൂ വരവ്, അതായത് നമ്മൾക്കിപ്പോ 2000 രൂപ ചെലവായി, നമുക്ക് റവന്യൂ വന്നത് 1000 രൂപയായിരുന്നു. എന്നാൽ കടം മേടിക്കും നമ്മൾ റോൾ ചെയ്യാനും ഈ മാസം കടന്നു പോകാനും ഒക്കെ അല്ലേ? അത് ഉൾപ്പെടുത്തരുത്. ഓക്കെ. അപ്പൊ അത് ഉൾപ്പെടുത്താതെ ബാക്കിയുള്ള കടബാധ്യത സൃഷ്ടിക്കാത്ത മൂലധന വരവുകളാണ് അതിലുള്ളത്. ക്യാപിറ്റലിൽ നിന്നുള്ള ഇൻകമാണ് വരുന്നത്, കടമെടുത്തത് കൂട്ടത്തില്ല. മനസ്സിലായോ? അങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതൊന്ന് വായിച്ചു പഠിക്കാവോ? ഇത് ഒരു എക്സാമിനല്ല, കോഴ്സിനൊക്കെ മെയിൻ ആയിട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഇതാണ് ധനക്കമ്മി, ഇതാണ് റവന്യൂ കമ്മി. ഇനി ഇത് വായിച്ചേ. അതേസമയം ധനക്കമ്മി പ്രതിനിധീകരിക്കുന്നത് കടബാധ്യത കൂടാതെയുള്ള ആകെ വരവിൽ നിന്നും അധികമായി വരുന്ന ആകെ ചിലവാണ്. റെഡി? അങ്ങനെ ഓപ്ഷൻ എ ആണ് അതിന്റെ ശരി ഉത്തരം. അടുത്ത് നോക്കിക്കേ, നിങ്ങൾക്ക് ഇത് വായിക്കാൻ വേണ്ടി തന്നിട്ടുള്ളതാണ്, ഉപയോഗം വരും. എല്ലാ സർക്കാർ സേവനങ്ങളും, ഇവിടെ ഈ സംഭവം ഭയങ്കര സിമ്പിൾ ചോദ്യമാണ്. ചോദ്യം സിമ്പിളാ, പക്ഷേ അതിന് ഈ ചോദ്യം മാത്രം ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ട് 5 മിനിറ്റും തരണം, അപ്പോഴേ സിമ്പിൾ ആകും. ഈ ജികെയും സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയാം. സംഭവം എന്താ പാടാന്ന് അറിയാം? സമയം പോകും, നമ്മുടെ അത്രയും ചിന്തിക്കേണ്ട വരും, ഇത് റൂൾ ഔട്ട് ചെയ്യുന്ന പോസിബിലിറ്റീസ് പറയുന്നത്, ഇതൊക്കെയാണ് ഇതിന്റെ പാടായിട്ട് വരുന്നത്. ജസ്റ്റ് അതുകൊണ്ട് ഇങ്ങനത്തെ വന്നു നിങ്ങൾക്ക് ഒത്തിരി ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നതിൽ മടിക്കുക വേണ്ട. സ്കിപ്പ് ചെയ്ത അടുത്ത ചോദ്യം വായിക്കുമ്പോൾ അതിലോട്ട് പോകണം, ഇത് ചിന്തിക്കുകയും ചെയ്യരുത്. മനസ്സിലായോ? അത്യാവശ്യം. അങ്ങനെയാണ് ഇത് സ്കിപ്പായി തന്നെ പോകും. നോക്കുക, എല്ലാ സർക്കാർ സേവനങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാകുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള ഒരു സംരംഭമാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ, NEGP. താഴെ പറയുന്നവയിൽ ഏത് വകുപ്പുകളാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ NEGP രൂപീകരിച്ചത്? ഏതൊക്കെ വകുപ്പുകളാണെന്ന് അറിയാമോ? ഏതൊക്കെയാ? ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും പിന്നെ ഭരണപരിഷ്കാരങ്ങളുടെയും പൊതു പരാതികളുടെയും വകുപ്പുമാണ്. ഗ്രീവൻസസ് വകുപ്പും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട് ഒന്ന്. പിന്നെ ഭരണപരിഷ്കാരങ്ങൾ, റിഫർമേഷന് വേണ്ടിയുള്ളതും ഗ്രീവൻസസിന്റെ വകുപ്പും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത് തെറ്റ്, ഇതും തെറ്റ്, അങ്ങനെ ഇതാണ് ശരിയായിട്ട് വരിക. ഓക്കെ ആണോ? ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി ഓഫീസൊക്കെ ക്യാൻസൽ ചെയ്ത് ദൂരെ കളയാൻ പറ്റും. പക്ഷേ നമ്മൾ 100 ചോദ്യങ്ങൾക്കിടയിൽ ഇതൊരെണ്ണം വരുമ്പം ടഫ് തന്നെ. മനസ്സിലാവും? ഓക്കെ. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 നമ്മുടെ ക്ലാസ്സുകളിൽ എത്ര തവണയായി 24 പറഞ്ഞ് ഒഴിവാക്കപ്പെട്ട സ്ഥാപനങ്ങൾ എന്നാൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കഥകൾ കേട്ടിട്ടുണ്ടോ? ശരി. അതേപോലെ സെക്ഷൻ 8ഉം 9ഉം ഈ കൂട്ടത്തിൽ റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കും. 8 എന്താ? നിഷേധിച്ചിട്ടുള്ള, വിവരാവകാശത്തിൽ നിഷേധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് 8ന്റെ അകത്ത് പറയുന്നത്. 9ന്റെ അകത്തും അത് തന്നെ. പക്ഷെ PSC എപ്പോഴും 8 തന്നെ ചോദിക്കും. വിവരാവകാശം നിഷേധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ചോദ്യങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് 8ൽ വരുന്നത്. 24 ആണെങ്കിൽ ഒഴിവാക്കപ്പെട്ട സ്ഥാപനങ്ങളുടെ കാര്യം വരുമെങ്കിലും ചോദ്യം നോക്കിക്കും. അപ്പം നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം കേരള സർക്കാരിലെ ചില സംഘടനകളെ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ചില സംഘടനകൾ അതെന്തൊക്കെയാണെന്നറിയാവോ? അത് തന്നെ റിപ്പീറ്റഡ് ചോദ്യമാണ് 12th ലെവൽ. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, ഇന്ത്യൻ ആർമി, ഇന്റലിജൻസ് ബ്യൂറോ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED, ആസാം റൈഫിൾസ്, എക്സെട്ര അങ്ങനത്തെ ഒക്കെ. ആർമിന്ന് വരുന്ന എല്ലാത്തിനെയും ഒഴിവാക്കിയിട്ടുണ്ട്. ചുമ്മാ പറയുകയാണ് എളുപ്പത്തിൽ. റിസർച്ച് വരുന്നത് ISR ഉൾപ്പെടെയുള്ള റിസർച്ച് വരുന്നത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ
ഡയറക്ടറേറ്റ് എന്ന് പറയുന്നതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്തിനാന്ന് പറയാം, ഇത് കളക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഇത് വരുന്നവരെ എല്ലാം ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. എന്നാൽ എത്ര ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും അവരുൾപ്പെടെ വിവരാവകാശ നിയമത്തിൽ ബാധകമാകുന്ന സംഭവം എന്ത് ചെയ്യുമ്പോഴാണെന്നറിയാമോ? അഴിമതിയുടെ കാര്യത്തിൽ മനുഷ്യാവകാശ ലംഘനവും. ഇതെന്ന് പറയുമ്പം ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിലല്ല, ഇതിന് മുന്നേ ഒരു തവണ ഇത് ചോദിച്ചിട്ടുണ്ട്, ഒരു തവണ. അത് 2023-ലോ 24-ലെ ക്വസ്റ്റ്യൻ പേപ്പറിലായിരുന്നു ഇത് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം അത് വന്ന സംഭവം ഡിഗ്രി ലെവൽ അല്ല, 10th ലെവൽ മെയിൻസ് ലെവലോ അല്ലെങ്കിൽ 12th ലെവലിന്റെ പ്രിലിംസ് ലെവലിലോ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അപ്പോൾ അത് നോക്കിയിട്ട് പോകുമ്പോൾ നമുക്ക് ഡിഗ്രി ലെവലിൽ അത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് GK ലിമിറ്റഡ് ആയിട്ട് ഇതിന് ഇന്നതാന്ന് പറഞ്ഞ് പഠിക്കരുത്. അത് നോക്കിയിട്ടുള്ളവർക്കും ഇത് കിട്ടും. അഴിമതിയുടെ കാര്യത്തിൽ ഏത് ഒഴിവാക്കപ്പെട്ട സംഘടനയുടെ കാര്യമാണെങ്കിലും അത് ഉൾപ്പെടും. ഓക്കെ, അതുകൊണ്ട് അഴിമതി മനുഷ്യാവകാശ ലംഘനത്തിന്റെ ഭാഗമായിട്ടുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഉൾപ്പെടും. അത് ED-ക്കകത്തുള്ള കാര്യമാണെങ്കിലും ആർമിയിലുള്ളതാണെങ്കിലും നേവിയിലുള്ളതാണെങ്കിലും എയർഫോഴ്സിലുള്ളതാണെങ്കിലും ഏതിലാണെങ്കിലും ഒഴിവാക്കപ്പെടത്തില്ല. പിന്നീട് അഴിമതി മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ വിവരാവകാശ നിയമത്തിൽ വരും. എന്നാൽ ഒഴിവാക്കപ്പെട്ട സ്ഥാപനങ്ങളെ പറ്റി പറയുന്നത് ഏതാ? 24. ഒഴിവാക്കപ്പെട്ട കാര്യങ്ങളെ പറ്റി പറയുന്നത് 8. പിന്നെയും ചോദിച്ചാൽ 9 ഉണ്ട്. ഓക്കെ, ഇത്രയും കിട്ടിയോ? ഇപ്പൊ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ജൂൺ 15. എന്നാൽ നിലവിൽ വന്നതോ 2005 ഒക്ടോബർ 12 ഒരു ഐഡിയ കിട്ടിയോ? 2005 ഒക്ടോബർ 12 നിലവിൽ വന്നത്. ഓർത്തോണെ, പഠിച്ചോണം. മൊത്തത്തിൽ 11 പേരുണ്ട്. ചെയർമാനെ കൂടാതെ PS സ്ഥിരം ചോദിക്കും. അങ്ങനെയാണെങ്കിൽ 10. അതുകൊണ്ട് 10+1 തന്നിട്ടുള്ളത് കേട്ടോ. 10+1, 10 കൂടാത്ത അംഗങ്ങളുണ്ട്. ഇനി കാലാവധി 3 വർഷം 65 വയസ്സ് വരെയുമാണ്. മസ്തൂർ കിസാൻ ശക്തി സംഘടനയാണ് ഇതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുള്ളത്. ആ സമയത്ത് പാസ്സാക്കിയ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമാണ്. നിലവിലത്തെ ചെയർമാൻ ഹീരാലാൽ സമരിയാണ്. ഓക്കെ, നിലവിലത്തെ ചെയർമാൻ ഹീരാലാൽ സമരിയ. കേന്ദ്ര വിവരാവകാശ നിയമം ഇത്രയും വായിച്ചിട്ട് പോ. അടുത്ത എക്സാമുകൾക്കൊക്കെ ഈ 2025 തന്നെ ഇപ്പോഴും ഇത് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ഇത് ചോദിക്കും. പഠിച്ചോണം കേട്ടോ. ഡിഗ്രി പ്രിലിംസ് എഴുതുന്നവരെല്ലാം ഡിഗ്രി മാത്രം നോക്കുന്നവരല്ലല്ലോ, ബാക്കിയുള്ള കിടിലൻ എക്സാമുകളെല്ലാം നോക്കുന്നുണ്ടല്ലോ അല്ലേ? ഇതെല്ലാം യൂസ്ഫുള്ളാണ്. വായിച്ച് പഠിച്ച് ഹാപ്പി ആയിട്ട് പോകണം. അടുത്ത സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഈ കൂട്ടത്തിൽ പഠിച്ചു. 2005 ഡിസംബർ 19 നിലവിൽ വന്നത്. അപ്പോ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ റീകളക്ട് ചെയ്തേ ജൂൺ 15 നിയമം വന്നു, നിലവിൽ വന്നത് ഒക്ടോബർ 12. ജൂൺ 15 നിയമം വന്നു, നിലവിൽ വന്നത് ഒക്ടോബർ 12. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ 2005 ഡിസംബർ 19. 2005 ഡിസംബർ 19. സംസ്ഥാനം 2005 ഡിസംബർ 19. 6 പേരാണ്. ചെയർമാനെ കൂടാതെ ചോദിച്ചാൽ 5. ചെയർമാൻ ഉൾപ്പെടെ പറഞ്ഞ 5+1 6 ആകും. 3 വർഷം അല്ലെ 65. അപ്പൊ കേന്ദ്രത്തിലാണെങ്കിലോ 3 വർഷം അല്ലെ 65. സെയിം ആയോ? നിലവിലത്തെ ചെയർമാൻ V ഹരി നായർ ആണ്. ഓർത്തു വെക്കോ, V ഹരി നായർ. ഈ ഭേദഗതിയുടെ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് വായിക്കുക, റെഫറൻസിന് വേണ്ടി മാത്രം. പ്രസിഡന്റ് അംഗീകാരത്തിനാണ് ഇതിൽ പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിന്റെ PDF-കൾ നമ്മുടെ ഫാൽക്കൺ PSC എന്നുള്ള ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് കിട്ടും, അപ്ലോഡ് ചെയ്യും. ഇതും ഇതിന് മുന്നിലത്തെ വീഡിയോയുടെയും അപ്ലോഡ് ചെയ്യും. ഫാൽക്കൺ PSC-ക്കകത്ത് അപ്ലോഡ് ചെയ്തിടാം കേട്ടോ. അതാകുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കഴിഞ്ഞിട്ട് അത് ഓടിച്ചു നോക്കാൻ പറ്റും. അതേപോലെ മറ്റ് ക്ലാസ്സുകളുടെ PDF-കളെല്ലാം നമ്മുടെ ഈ ടെലിഗ്രാം ചാനലിൽ തരുന്നതാണ്. ടെലിഗ്രാം ചാനലിൽ ഡെയിലി ക്യൂസസ് നടക്കുവേ. ലൈവ് ക്യൂസ് ആണ്. അത് 10:30 ഡെയിലി നടക്കുന്നത്. അതിൻ്റെ അകത്ത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, ഓക്കെ, പിന്നെ GK-കൾ എല്ലാം കൂടെ ഉൾപ്പെടുത്തി ലൈവ് ക്യൂസസ് ഫ്രീ ആയിട്ട് ടെലിഗ്രാമിൽ നടക്കുന്നുണ്ട്. അപ്പം അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ടെലിഗ്രാമിലെ ഫാൽക്കൺ PSC. അടുത്തത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാൻ ജോയിൻ ചെയ്യാം. ഈ PDF-കളും ഗ്രൂപ്പിലുണ്ടാവും. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമം? 10 കാശിന് കൂറു മാറിയെന്ന് എപ്പോഴും നമ്മൾ പറയും, കണക്ട് ചെയ്ത് വെച്ചാൽ 10 കാശിനാണ് കൂറു മാറിയത്. ഓക്കെ, 5 × 2 = 10 എന്നും നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യും. കാരണം 52ാം ഭേദഗതിയിലാണ് 10ാമത്തെ പട്ടികയായിട്ടുള്ള കൂറുമാറ്റ നിരോധന നിയമം വന്നിട്ടുള്ളത്. നമ്മളിത് ഇഷ്ടം പോലെ പഠിച്ചിട്ടുള്ളതല്ലേ. ഓക്കെ, ഇപ്പം ഇവിടെ എന്തൊക്കെ കിട്ടി? 10ാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ 10 കാശിന് കൂറുമാറി. 10 എന്ന് പറയുമ്പോൾ 5 × 2. 52ാം ഭേദഗതിയിലാണ് 10ാം പട്ടികയിൽ കൂറുമാറ്റ നിരോധന നിയമത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തന്നെ ഈ 2 എണ്ണം കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? 1985-ലുമാണ് ഇത് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അപ്പൊ ഈ 2 എണ്ണം വന്ന സ്ഥിതിക്ക് നോക്കിക്കേ, 2, 3 വന്ന സ്ഥിതിക്ക് ഇവിടെ ഓപ്ഷനിൽ നോക്കുമ്പോൾ, കാരണം 85-ന്റെ കാര്യത്തിൽ ഞാൻ ഷുവർ അല്ല, ആക്ച്വലി എനിക്കറിയത്തില്ല. അപ്പോഴും ഈ 2, 3 നമ്മളിവിടെ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഓൾ ഓഫ് ദി എബോവ് മാത്രമേ ഉള്ളൂ ആ ഓപ്ഷൻ. അങ്ങനെ അതും ഇൻക്ലൂഡ് ചെയ്യാം. മനസ്സിലായോ? ലോജിക്കലി ആണ് ഈ പോകുന്നത്, മൊത്തം പഠിച്ചിട്ടല്ല എല്ലാം കിട്ടുന്നത്. ഓക്കെ, ശരി. ഇനി പ്രധാനപ്പെട്ട കുറച്ച് അമെന്റ്മെന്റ്സ് നോക്കിക്കേ. 9ാമത്തെ പട്ടിക ഭൂപരിഷ്കരണം 1ാമത്തെ ഭേദഗതിയിലായിരുന്നു. SC/ST കമ്മീഷൻ രൂപീകരിച്ച 65ാമത്തെ SC/ST കമ്മീഷനെ നാഷണൽ കമ്മീഷൻ ഫോർ SC എന്നും നാഷണൽ കമ്മീഷൻ ഫോർ ST എന്നും വേർതിരിച്ചിട്ടുള്ളത് ഏത് അമെന്റ്മെന്റിലായിരുന്നു? കമന്റ് ചെയ്യാമോ? കമന്റ് ചെയ്യണേ. വോട്ടിംഗ് പ്രായം കുറച്ചിട്ടുള്ളത് 61ാം ഭേദഗതി. വെരി വെരി ഇമ്പോർട്ടന്റ് അല്ലെ? രാജീവ് ഗാന്ധിയുടെ സമയത്ത് അതും റിപ്പീറ്റഡ് ചോദ്യമാണ് ആണേ.
ഇനി റൈറ്റ് ടു പ്രോപ്പർട്ടി 44 ഭേദഗതി മൊറാർജി ദേശായിയുടെ സമയത്ത് റൈറ്റ് ടു പ്രോപ്പർട്ടി റിമൂവ് ചെയ്തത്. പഞ്ചായത്ത് രാജ് 73 ഭേദഗതി 11ാമത്തെ പട്ടിക. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ 74 ഭേദഗതി 12ാമത്തെ പട്ടിക. ഓർത്തു വെക്കോ. സോഷ്യലിസ്റ്റ് സെക്യുലാർ ഇന്റഗ്രിറ്റി എന്ന് പ്രിയാമ്പിളില് ഭേദഗതി വരുത്തിയ ഏക ഭരണഘടനാ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42ാം ഭേദഗതിയാണ്. GST കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് 100 രൂപയാണെങ്കിൽ ടാക്സ് കൂടെ ചേർത്ത് 1 രൂപ കൂടും. 101 GST ആണ്, ഇനി മറക്കരുത്. ഓക്കെ, ഇത്ര ഓർത്ത് വെച്ചോണം. ബാക്കിയുള്ളത് പ്രയോറിറ്റി അല്ല. ഓക്കെ, പ്രധാനപ്പെട്ടതാണ് ഇത്രയും. അതേപോലെ 102, 103 ഒക്കെ നമ്മൾ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, കാണണം. അടുത്തത് അധികം കണ്ടിട്ടില്ലാത്തൊരു ചോദ്യം, ഡിഗ്രി ലെവലിൽ മാത്രം കോമൺ ആയി വരുന്നത് വകുപ്പ് വൽക്കരണം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറയുവേ. വകുപ്പ് വൽക്കരണത്തിന്റെ 4 അടിസ്ഥാന 4P എന്നറിയപ്പെടുന്ന 4 Pകൾ ഏതൊക്കെയാ? ഉദ്ദേശം, സ്ഥാനക്കയറ്റം, പ്രക്രിയ, വ്യക്തികളും സ്ഥലവും. ഇത് ലോജിക്കലി എടുത്ത പർപ്പസ്, പ്രോസസ്, പേഴ്സൺ ആൻഡ് പ്ലേസ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. 1, 3, 4 പേരും. കാരണം പ്രൊമോഷൻ അതിന്റെ അകത്ത് വരുന്നില്ല. പ്രൊമോഷൻ നോക്കിക്കൊണ്ടല്ല ചെയ്യുന്നത്. പർപ്പസ് അത്യാവശ്യമാണ്, ആ പ്രോസസ് അത്യാവശ്യമാണ്, പേഴ്സണും പ്ലേസും അത്യാവശ്യമാണ്. ഇങ്ങനെയാണ് ഇതിലെ ഉത്തരം വന്നിട്ടുള്ളത്. 1, 3, 4. ഓക്കെ, ഇത് ഇംഗ്ലീഷും മലയാളം നിങ്ങൾ രണ്ടും നോക്കണം കേട്ടോ. 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം ഈ കൂട്ടത്തിൽ ഏതാ? നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ. ഈ കണ്ടോ, ഇതൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും വാട്സപ്പ് ഗ്രൂപ്പിലും കറണ്ട് അഫയേഴ്സ് റെഗുലർ ആയിട്ട് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾ അത് വായിച്ചു പോയാൽ തന്നെ ഒത്തിരി മാർക്സ് കിട്ടും. 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ. അവർ റൈറ്റ്സ്, അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ. ഇത് ഓർത്ത് വെച്ചോളൂ 2024. ഓക്കെ, അപ്പൊ ഒന്ന് മാത്രമാണിത്. അതേപോലെ നമ്മളെ വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ തീമുകൾ നിങ്ങൾ ഫോർ എവർ ഓർത്തിരിക്കാൻ വേണ്ടി ഒരു വീഡിയോ ഷോർട്സ് ചെയ്തിട്ടുണ്ട്. അന്ന് കണ്ടു നോക്കണം. ഇഷ്ടപ്പെട്ട പറയണം. കാരണം എന്താ പറയാ, നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്ന ഷോർട്സിന്റെ മെയിൻ ആയിട്ടൊക്കെ ഉള്ളതിൽ ആദ്യത്തെ നല്ല നല്ല ഷോർട്സുകൾ അതൊക്കെ. അപ്പം വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ തീം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി മറക്കത്തില്ല ആ ഷോർട്സ് കണ്ടു കഴിഞ്ഞാൽ. അല്ലാതെ റീകളക്ട് ചെയ്യണം. അയ്യോ എന്താ പറഞ്ഞ, അതിൻ്റെ അകത്ത് ഏതാ പറഞ്ഞ, ഇതിൻ്റെ അകത്ത് ഏതാ പറഞ്ഞ, ഗ്രൗണ്ട് വാട്ടർ ആണോ, അതാണോ, പൊല്യൂഷൻ ആണോ, ഒന്നുമല്ല. ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമ്മുടെ ഫാൽക്കൺ BScയിലത്തെ ഷോർട്സ് എടുത്ത് ഒന്ന് നോക്കണം. ഒരു ചാക്കുമായിട്ട് ഞാൻ നിൽക്കുന്ന ഒരു ഷോർട്സ് ഉണ്ട്, കണ്ടു നോക്കണം കേട്ടോ. ഓക്കെ, അടുത്തത് 73ാം ഭേദഗതി. ഇപ്പൊ നമ്മൾ പറഞ്ഞ 11ാമത്തെ പട്ടിക പഞ്ചായത്ത് രാജ്. ഓക്കെ, നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ തിരിച്ചറിയുക. ഓക്കെ, ഏതൊക്കെ വരും? നാഗാലാൻഡ്, മിസോറാം, മേഘാലയ അല്ലെ? നാഗാലാൻഡ്, മേഘാലയ, മിസോറാമും മറ്റ് ട്രൈബൽ സ്റ്റേറ്റുകളിലും ഇത് മൊത്തം ബാധകമല്ല. എന്താ? മറ്റ് ട്രൈബൽ സ്റ്റേറ്റുകൾ, അത് ഓർത്ത് വെച്ചോണം. അപ്പൊ ഇത്ര എണ്ണം വരുമല്ലോ. ഇനി 2014 വരെ ജമ്മു ആൻഡ് കാശ്മീരിൽ ഇത് ബാധകമല്ല. അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നേരിട്ട് ബാധകമല്ലാത്തതിൽ ഇതെല്ലാം പെടും എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ടഫ് ആണോ? ഓഫ് കോഴ്സ് ടഫ് ആണ്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഈ എക്സാം എഴുതാൻ പോകുമ്പോൾ നിരുത്സാഹപ്പെടും. മിക്കവാറും ഈ വീഡിയോ കാണുന്നവരൊക്കെ പല ഡിഗ്രി ലെവൽ വീഡിയോസ് കണ്ടുകൊണ്ട് തന്നെ ഡിസ്കറേജ്ഡ് ആയിട്ടായിരിക്കും. നിങ്ങൾ ഡിസ്കറേജ്ഡ് ആവണ്ട എന്ന് പറയാൻ പോകുന്ന ഏക വീഡിയോ ഇത്. എന്താ? എല്ലാവർക്കും ഇത് ടഫ് ആയിരിക്കും. നിങ്ങൾ പറയും ഇത് മാത്രമായിട്ട് എങ്ങനെ പഠിച്ചിട്ടു? കുറെ ലോജിക്കും ബാക്കി നമ്മൾ എക്സാം എഴുതുന്ന ആ മൈൻഡ് സെറ്റിലുമാണ് ഇത് മൊത്തം ഇരിക്കുന്നത്, ആണല്ലോ. അതുമല്ല എല്ലാവർക്കും പാടായിട്ട് എഴുതുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു വരുന്നത് പക്കാ കള്ളനായിരിക്കും, അല്ലെ കള്ളിയായിരിക്കും. അത്രേ ഉള്ളൂ. എങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഇതിൽ വരുന്നത്? അപ്പൊ എല്ലാം ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷെ നമ്മൾ നേരിടുന്ന രീതികൾ, അതിന് മുന്നേ ഡിസ്കറേജ്ഡ് ആവരുത്. സ്റ്റേജ് 2 ക്ലിയർ ആവണം. നിങ്ങൾ ചിലപ്പോൾ ചെയ്തു പോകുന്ന ഇതിനായിരിക്കും മോഡറേഷൻ വഴി മാർക്ക് കൂടുതൽ കിട്ടുന്നത്. അതുകൊണ്ട് ഡിസ്കറേജ്ഡ് ആവേണ്ട കാര്യമില്ല. ഓക്കെ, ശരി. അടുത്തത് 73ാമത്തെ പഞ്ചായത്ത്. പിന്നെ അതേപോലെ നിങ്ങളുടെ ഫുൾ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ തന്നെ അറിയിക്കണം. ഞാൻ പഴയതുപോലെ തന്നെ കമന്റ്സ് പ്രതീക്ഷ എക്സ്പെക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും, ഇന്ന പ്രശ്നങ്ങൾ എനിക്കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, ഇന്ന ടോപ്പിക് എനിക്ക് പാടാണ്, എനിക്കത് വേണം പറയണം. അടുത്ത എക്സാംസ് ആർ ലബോറട്ടറി അസിസ്റ്റന്റ് ആണ്, എനിക്ക് വേണം. ഉറപ്പായിട്ടും നമ്മൾ മാരത്തോൺസും ഇഷ്ടംപോലെ കണ്ടൻസും ചെയ്തു തരാം. ഇനി ഇപ്പൊ ഡിഗ്രി ലെവലിലെ വീഡിയോ ഇതോടുകൂടി ഞാൻ എൻഡ് ചെയ്യും. നിങ്ങൾക്ക് ഡിഗ്രി ലെവലിലെ ഇനിയും വീഡിയോസ് വേണമെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതിനനുസരിച്ച് ഞാൻ അടുത്ത വീഡിയോ ചെയ്യും. ഇനി ഇത് കഴിഞ്ഞാൽ അടുത്ത ഞാൻ ഉദ്ദേശിക്കും ലബോറട്ടറി അസിസ്റ്റന്റ് ASM. ഒത്തിരി മെസ്സേജസ് വന്നു. നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള സീരീസ് അങ്ങ് തുടങ്ങും. ഇത്തവണ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും നമ്മളെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് അതിന് വേണ്ടി തുടങ്ങും. അപ്പൊ നിങ്ങൾ ഏതൊക്കെ എക്സാം നോക്കുന്നുണ്ടെന്നും അറിയിക്കണം. ആദ്യമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഹായ്, ഞാൻ ഇംതിയാസ് ഖാൻ. ഇപ്പോഴാണ് പറഞ്ഞത്, മറന്നു കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒത്തിരി വീഡിയോസ് ഉണ്ട്. സബ്ജക്ട് വൈസ് കുറെ മാരത്തോൺസും ചാനലിൽ കിടപ്പുണ്ട്, നോക്ക് കേട്ടോ. ഇനി അടുത്ത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുന്നു, അഡോപ്റ്റ് ചെയ്തു എന്ന് ഇംഗ്ലീഷിൽ പറയും അല്ലെ? അഡോപ്റ്റ് ചെയ്തു, നടപ്പിലാക്കുകയും ഇംഗ്ലീഷില് കെയിം ഇൻറ്റു ഫോഴ്സ് എന്ന് പറയും. ചെയ്യുകയും ചെയ്തത് എപ്പോഴാണ്? അംഗീകരിച്ചത് എപ്പോഴായിരുന്നു? 1949 നവംബർ 26. ഇതല്ലേ ആമുഖത്തിൽ മെൻഷൻ ചെയ്ത ഏക തീയതി. അത്. ഇനി കെയിം ഇൻറ്റു ഫോഴ്സ് നിലവിൽ വന്നത് ജനുവരി 26, 1950. ഓക്കെ ആണോ? റെഡി അല്ലേ?
ഇനി ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കുന്നത്. നാഷണൽ എമർജൻസി, ഇന്ത്യ മൊത്തത്തിൽ എമർജൻസി പറയുന്നത് 352 നമ്മൾ ഒത്തിരി പറഞ്ഞു പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഒരു സ്റ്റേറ്റിൽ ഒരു എമർജൻസി വരിക, കേരളത്തിൽ വെച്ചോ സ്റ്റേറ്റ് എമർജൻസി, അല്ലെങ്കിൽ അതിന് പറയുന്നത് എന്താ, പ്രസിഡന്റ് റൂൾ, അത് 356. ഓക്കെ. ഇനി രാജ്യത്ത് ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്ത സീറോ ടൈമില ഫിനാൻഷ്യൽ എമർജൻസി. ഫിനാൻഷ്യൽ എമർജൻസി ആണെങ്കിൽ 360. ഇത്രയും നമ്മൾ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ടോ? ഈ വീഡിയോ കാണുന്നവര് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ട്, പറയാൻ മറക്കരുത്. കാരണം ബാക്കിയുള്ള ഒരാൾ പഠിക്കുമ്പോൾ അവർക്ക് ഇതാണ് ആവശ്യം. ഈ സാറിനെ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും മിക്കവാറും ഉള്ളവരെന്ന് വെച്ചോ. അപ്പോഴും ഇത് കിട്ടുമോ, ഇത് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് ബാക്കിയുള്ളവർക്ക് വായിച്ച് മോട്ടിവേഷൻ. മറ്റൊരാൾ നന്നാകുന്നതിൽ നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ആയിരിക്കത്തില്ല. ഇതാണ് നമ്മളെ ക്രൗഡ്. ഓക്കെ, ശരി. അപ്പൊ 360. ഇനി 358 വരുവാണെങ്കിലോ ആർട്ടിക്കിൾ 19 ഇൻവാലിഡ്. 359 വന്നാലോ 20ഉം 21ഉം ഒഴികെ ബാക്കിയെല്ലാം ഇൻവാലിഡ്. എത്ര തവണ നമ്മളിത് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഓക്കെ. അപ്പം ഇതിന്റെ ഉത്തരം എന്താ? ഒരു പ്രസിഡന്റ് റൂള് അല്ലെങ്കിൽ സ്റ്റേറ്റിലെ എമർജൻസി ആണെങ്കിൽ 356, നാഷണൽ എമർജൻസി ആണെങ്കിൽ 352, 360 ആണെങ്കിൽ ഫിനാൻഷ്യൽ എമർജൻസി, 368 ആണെങ്കിൽ അമെന്റ്മെന്റ് ഭേദഗതി ചെയ്യുന്ന ആർട്ടിക്കിൾ. മനസ്സിലായോ? ഓക്കെ, ശരി. അങ്ങനെ പ്രധാനപ്പെട്ട അമെന്റ്മെന്റ്സ് നമ്മൾ പറഞ്ഞിട്ടാ വന്നത്. അപ്പൊ നോക്കിയോ, പ്രധാനപ്പെട്ട തന്നിട്ടുണ്ടോ? ഓവറാക്കി കണ്ടൻസ് ഇതിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് പഠിച്ച് 356 ഉണ്ട്, 58 അത്യാവശ്യം, 19 ഇൻവാലിഡ് ആക്കും. റിപ്പീറ്റഡ്. ഇത് എവിടെ ചോദിച്ചതറിയാം? 10th പ്രിലിംസിന് 2022 ചോദിച്ചത്. അപ്പൊ പ്രിലിംസ് ലെവൽ ചോദ്യമാണോ അത്? അല്ല. അതുകൊണ്ട് കണ്ടന്റ് ഡിഫിക്കൽറ്റി എന്ന് പറയുമ്പോൾ ഒരു എക്സാം ബേസ് ചെയ്ത് മാത്രം വിലയിരുത്തി വെക്കല്ലേ. ഖാദി പ്രിലിംസിന്റെ ഏതെന്ന് ആലോചിച്ച് നോക്കും. അതേപോലെ നമ്മുടെ ഇപ്പം ഏതായിരുന്നു, സെക്രട്ടേറിയറ്റ് OAയുടെ പ്രിലിംസ് ആലോചിച്ച് നോക്കും. അത് പ്രിലിംസ് ലെവൽ എന്ന് പറഞ്ഞ് ഡിഫിക്കൽറ്റി കുറവായിരുന്നോ? അങ്ങനെ ഇല്ല അല്ലേ? ഇതൊക്കെ ചോദിച്ചിട്ടുള്ളത്. ഇത് 10th ലെവലിലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഇത് വരത്തില്ലെന്ന് പറയാൻ പറ്റില്ല, പഠിച്ചോണം. 359 ആണെങ്കിലോ 20ഉം 21ഉം ഒഴികെ ബാക്കിയെല്ലാം ഇൻവാലിഡ് ആകും. 360 ഫിനാൻഷ്യൽ എമർജൻസി. ഒന്ന് വായിച്ചു വെച്ചോണം കേട്ടോ. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? 17 എന്തായിരുന്നു? ഐക്യത്തിനെതിരായിട്ടുള്ള തൊട്ടുകൂടായ്മ നിർത്തലാക്കുക. തുല്യ അവസരാവകാശം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതായത് നിയമസമത്വം എന്ന് പറയും, ആർട്ടിക്കിൾ 14 അല്ലെ? ഇനി പദവികൾ നിർത്തലാക്കുക. അതായത് ഞാൻ രാജാവാണെന്ന് പറഞ്ഞ് വഴിയിൽ ഇറങ്ങി നടന്നിട്ട് ഇനി കാര്യമുണ്ടോ? അതിന് വിലയില്ലാതായി. എന്താ കാര്യം? ആർട്ടിക്കിൾ 18 പദവികൾ നിർത്തലാക്കി. ശരി, രാജാവാന്നല്ലേ, ഞാൻ സുൽത്താനാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി നടന്നാലോ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം പദവികൾ നിർത്തലാക്കി 18 പ്രകാരം ആർട്ടിക്കിൾ 18. അൺടച്ചബിലിറ്റി ആണെങ്കിൽ 17, അവസര സമത്വം 14 അല്ലെ? അല്ലെങ്കിൽ നിയമസമത്വം 14. അവസര സമത്വമാണെങ്കിലോ തൊഴിലവസരങ്ങളിലെ സർക്കാർ തൊഴിലിലൊക്കെ അവസര സമത്വം വരുന്നത് 16ലുമാണ്. റിപ്പീറ്റഡ്. 15 ആണെങ്കിലോ വിവേചനം പാടില്ല എന്ന് പറയുന്നത് അല്ലെ? മെയിൽ ഓർ ഫീമെയിൽ, സ്ത്രീ പുരുഷ വിവേചനം പാടില്ല. കളറിന്റെ പേര് വിവേചനം പാടില്ല. മതത്തിന്റെ പേര് വിവേചനം പാടില്ല. സ്ഥലത്തിന്റെ പേര് വിവേചനം പാടില്ല. വിവേചനമേ പാടില്ല. 15 വിവേചനം. ഓർത്തു വെക്കോ, എപ്പോഴും പറയുന്നത് അത് തന്നെ ചോദിച്ചിട്ടുണ്ട്. ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശത്തെ പറ്റി പറയുന്നത് 23 ഉണ്ട്. സ്ലേവറി, അടിമത്തത്തിനെതിരായിട്ടുള്ളത് 24, ബാലവേല. ഇത്രയും പഠിച്ചു വെച്ചോ. ഇന്ന് നോക്കിക്കേ, പ്രധാനപ്പെട്ടത് ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ ഉള്ളത് എന്താ? യൂണിയനും ടെറിട്ടറിയുമായി ബന്ധപ്പെട്ടതാണ്. പാർട്ട് 1 ആണിത്. ഓക്കെ, ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 നോക്കിക്കേ. പാർട്ട് 2 എന്താ? സിറ്റിസൺഷിപ്പ്. എത്ര എക്സാമിന് ചോദിച്ചിട്ടുണ്ടെന്നറിയാം? ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് സിറ്റിസൺഷിപ്പ്. അപ്പൊ ആദ്യം അതിർത്തി. ഓക്കെ, ഇന്ത്യയുടെ അതിർത്തി. ഇത് ബട്ടർഫ്ലൈ ആയി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കമന്റ്സ് നിങ്ങൾ കാണും. പക്ഷെ പേടിക്കണ്ട, എനിക്ക് വരയ്ക്കാൻ അറിയത്തില്ലേ പോലും. ഞാൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി വരയ്ക്കും. ഇത് അമീബയായിന്നും ഇപ്പോൾ കമന്റ്സ് വരും. ഞാനത് മൈൻഡ് ചെയ്യത്തില്ല, നിങ്ങൾ മൈൻഡ് ചെയ്യില്ല. അപ്പൊ ഇത് ഇന്ത്യ ആണല്ലോ, ഇതിന്റെ അതിർത്തി ആദ്യം പറയുന്നതായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി. ആലോചിച്ച് നോക്കിക്കേ, ആദ്യം നമ്മുടെ ഇന്ത്യ എന്തോരം ഉണ്ടെന്ന് പറയുന്നതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഇതാണ് പാർട്ട് 1 പറഞ്ഞിട്ടുള്ള യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. ഇനി രണ്ടാമത് എന്തുമായിരിക്കും? അതിൻ്റെ അകത്തെ ജനങ്ങള് അല്ലെ? സിറ്റിസൺസ് ആരൊക്കെ അല്ല, എങ്ങനെയൊക്കെ നേടാം, എങ്ങനെയൊക്കെ നഷ്ടപ്പെടാം എന്ന് പറയുന്നതായിരിക്കത്തില്ലേ രണ്ടാമത്തെ പ്രയോറിറ്റി? ആലോചിക്കുക. ആദ്യ അതിർത്തി, അതാണ് പാർട്ട് 1, ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ. രണ്ടാമത് അതിൻ്റെ അകത്തെ ജനങ്ങള്, അതാണ് പാർട്ട് 2 അല്ലെ? ഇനി മൂന്നാമത്തെ എന്തുമായിരിക്കും? ജനങ്ങളുണ്ട്, അവർക്ക് വേണ്ട റൈറ്റ്സ്, അവകാശങ്ങൾ, ഈ രാജ്യത്തെ ജനങ്ങളുടെ അവകാശം, അതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതാണ് മൂന്നാമത്തത്. മനസ്സിലായോ? ഇങ്ങനെ ഈ 3 നിങ്ങൾ പഠിച്ചു വെക്കണം, ഒരിക്കലും ഇനി മറക്കരുത്. അത് 13 മുതൽ 35 വരെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടുന്ന് കടമെടുത്തു? ബിൽ ഓഫ് റൈറ്റ്സ് USA. ബിൽ ഓഫ് റൈറ്റ്സ് USA നിന്നും കടമെടുത്തു. 36 മുതൽ 51 വരെ DPSP ഉണ്ട്, ഭാഗം 4. എവിടെ നിന്ന് കടമെടുത്തു? റിപ്പീറ്റഡ് ചോദ്യം, അയർലൻഡ് അല്ലെ? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട് 51A, അല്ലെങ്കിൽ ഭാഗം 4A അത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. എവിടെ നിന്ന് കടമെടുത്തു? USSRൽ നിന്നും കടമെടുത്തു ആണല്ലോ.
ബാക്കി പ്രധാനപ്പെട്ടത് 280 ഫിനാൻസ് കമ്മീഷൻ റിപ്പീറ്റഡ് ചോദ്യം. ധനകാര്യ കമ്മീഷന്റെ അടുത്തിടയ്ക്ക് PSC ചോദിച്ചായിരുന്നോ? ഓർമ്മയുണ്ടോ? ധനകാര്യ കമ്മീഷന്റെ ഡ്യൂട്ടീസ് ചോദിച്ചു. ആർക്കും അറിയത്തില്ല, അറിയാവുന്നതെല്ലാം ഒരേ ലെവലിലും. അങ്ങനത്തെ ചോദ്യങ്ങളായിരുന്നത്. ഇനി 324 ഇലക്ഷൻ കമ്മീഷൻ റിപ്പീറ്റഡ് ചോദ്യം. 18 വയസ്സായ വോട്ട് ചെയ്യാം എന്ന് പറയുന്നതോ 326. ഐഡിയ കിട്ടിയോ? ഇനി 343 ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്, നാഷണൽ ലാംഗ്വേജ് അല്ല. അത് ബേസ് ചെയ്ത് തന്നെ എത്ര ചോദ്യങ്ങൾ ഉണ്ടായിരുന്നെന്ന് അറിയാമോ? അപ്പം നാഷണൽ ലാംഗ്വേജ് ആണോ ഇന്ത്യയുടെ ഹിന്ദി? ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്, അതാണ് 343. തേർഡ് ലാംഗ്വേജ് ആണ് ഹിന്ദി എന്ന് ഓർത്താൽ മതി. 343 തേർഡ് ലാംഗ്വേജ് ആയിരുന്നു ഹിന്ദി എന്ന് ഓർത്താൽ മതി. അപ്പൊ ഒത്തിരി പേർക്ക് അത് കണക്റ്റഡ് ആവും. ഹിന്ദി ആസ് ഒഫീഷ്യൽ ലാംഗ്വേജ്. 352 നമ്മളിപ്പോ പഠിച്ചിട്ട് വന്നേ, നാഷണൽ എമർജൻസി. 356 ഇപ്പോഴത്തെ ചോദ്യം അതായിരുന്നു, സ്റ്റേറ്റിലത്തെ എമർജൻസി അല്ലെ പ്രസിഡന്റ് റൂൾ എന്നറിയപ്പെടുന്നത്. 356. 360 എന്താ? ഫിനാൻഷ്യൽ എമർജൻസി. 368 എന്തായിരുന്നു? അമെന്റ്മെന്റ്സുമായി ബന്ധപ്പെട്ടതാണ്. പഠിച്ചോ? അമെന്റ്മെന്റ്സ് എവിടുന്ന കടമെടുത്തത്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നും. അതോടെ പഠിച്ചോ? ഇത്ര എണ്ണം കിട്ടിയ കടമെടുത്തതും ആർട്ടിക്കിൾസും പ്രധാനപ്പെട്ടത്. ഒരു പരിധി വരെ 90% എക്സാംസിന് ഈ പറഞ്ഞത് തന്നെ യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള എക്സാംസ് ഇനി എഴുതാനുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് പഠിക്കാൻ പറയണം. ഓക്കെ. പിന്നെ നിങ്ങളുടെ കമന്റ്സ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. എങ്ങനെ, എന്തൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത്, എന്തൊക്കെ വേണം, ഇനി എന്തൊക്കെ വീഡിയോസാ വേണ്ട എന്ന് പറയണേ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അല്ലെങ്കിൽ മാറ്റും അത് നിങ്ങളെ താൻ എന്നീ പറഞ്ഞിട്ടുള്ള കുമാരനാശാന്റെ കൃതിയാണ്. ഇത് തന്നെയാണ് ഒന്നാമത്തെ ചോദ്യം. ആരുടെയാ? കുമാരനാശാന്റെ. ഇനി ഇത് ഏതിൻ്റെ അകത്തെ വരികളാണെന്നറിയാമോ? കുമാരനാശാന്റെ ദുരവസ്ഥ എന്നുള്ള കൃതിയിലെയാണ്. ഓർത്തു വെക്കുവോ? കുമാരനാശാന്റെ ആണ് ദുരവസ്ഥ. ഓക്കെ അല്ലേ? ഇത്രയും കിട്ടിയോ? ശരി. അപ്പൊ ദുരവസ്ഥക്കകത്തെ ആണിത്. അടുത്തത് ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ് കടമ്മനിട്ട? ഈ കടമ്മനിട്ട എന്ന് പറയുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്ത് എന്റെ വീട് കേട്ടോ. ഇനി ഇവിടെ കടമ്മനിട്ട ഈ തെയ്യം നടക്കുന്ന സമയത്തുണ്ടല്ലോ, സോറി, കടമ്മനിട്ട പടയണി നടക്കുന്നത്, എന്ത് തെറ്റാ പറഞ്ഞത്, സോറി, കടമ്മനിട്ട പടയണി. ഇത് കാണാൻ പാതിരാത്രി 11 മണി മുതൽ രാവിലെ വരെ നിൽക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പടയണി ഫുള്ള് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഭയങ്കര അടിപൊളിയാണ്. ഒന്ന് നോക്കിയേ, കടമ്മനിട്ട പടയണി എന്ന് തന്നെ പറയണം. കാരണം ഇവിടെ പറയാറുള്ളത് അങ്ങനെ കോമൺ ആയിട്ട് കടമ്മനിട്ട പടയണി. കടമ്മനിട്ട പറയുവാണെങ്കിൽ സ്ഥലമല്ലാതെ കടമ്മനിട്ട എന്ന് പറയുവാണെങ്കിൽ അത് പടയണി ആയിരിക്കും. കടമ്മനിട്ട പടയണി കണ്ടില്ലേ? കടമ്മനിട്ട പടയണിക്ക് പോയില്ലേ? കടമ്മനിട്ട പടയണി അടിപൊളിയാണ്. ഞാൻ അതിന് വേണ്ടി നിങ്ങൾക്ക് ഒരു ഷോർട്സ് ചെയ്തു തരാം. അപ്പൊ കടമ്മനിട്ട പടയണി, കടമ്മനിട്ടയുമായി ബന്ധപ്പെട്ട പടയണിയാണ്. ഓക്കെ അല്ലേ? ഇത് കടമ്മനിട്ട പടയണിയുടെ പിക്ചേഴ്സ് ആണ്. ഇതിലെ ഓരോ കാര്യങ്ങളും പ്രധാനപ്പെട്ടതും എല്ലാം വെച്ചുകൊണ്ട് ഒരു ഷോർട്സ് കൂടെ ചെയ്തു തരാം. ഭയങ്കര രസകരമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഇനി കലാരൂപങ്ങളും ജില്ലകളും പഠിച്ചു വെക്കേണ്ട. അടുത്ത എക്സാമിന് റിലേറ്റഡ് വരുമ്പോൾ നമുക്ക് നോക്കണ്ടേ. പടയണി പത്തനംതിട്ട. പടയണി എന്ന് പറയുമ്പോൾ കടമ്മനിട്ട പടയണിയും തന്നെ പഠിച്ചു വെച്ചോണേ. ഇനി നോക്കിയേ, വേലകളി ആലപ്പുഴ. ഈ പിള്ളേരെല്ലാം പുഴയിൽ പോയിരുന്ന കളിയാണല്ലോ, എന്ത് പിള്ളേരെ വെള്ളത്തിൽ നിന്ന് കയറ് എന്ന് ചുമ്മാ കണക്ട് ചെയ്യാം. വേലകളി ആലപ്പുഴ. അർജുന നൃത്തം കോട്ടയം അല്ലെ. നമ്മളിങ്ങനെ വഴക്കുണ്ടാക്കണ്ടെന്ന് പറയുന്നതിന് മലയാളത്തിൽ ചിലപ്പോൾ പറയില്ല, എടാ കോട്ട് വെക്കണ്ട എന്ന് ചുമ്മാ പറയാറില്ലേ. കോട്ട് വെക്കണ്ട ഒരു പോട്ട്, കോട്ട് വെക്കണ്ട. അർജുനനാ കോട്ട് വെക്കണ്ട എന്ന് പറയാവോ? അർജുനനല്ലേ, ഭയങ്കര വോറിയർ അല്ലേ, ധീരയോദ്ധാവല്ലേ. കോട്ട് വെക്കണ്ട. അർജുനൻ കോട്ടയം. അർജുന നൃത്തം കോട്ടയം. ഓർത്തു വെച്ചോണേ. ഇനി പുലിക്കളിയാണെങ്കിൽ തൃശ്ശൂര്, കുമ്മാട്ടിക്കളിയാണ് തൃശ്ശൂര്, കന്യാർ കളി ഇമ്പോർട്ടന്റ് പാലക്കാട്. ഓക്കെ. പിന്നെ ഗദ്ദിക വയനാട് ഇമ്പോർട്ടന്റ്. തെയ്യം കണ്ണൂര്. ഇതെല്ലാം ഒന്ന് വായിച്ച്. തെയ്യം കണ്ണൂര്. കടമ്മനിട്ട പടയണി തെയ്യം കണ്ണൂര്. ഓക്കെ. യക്ഷഗാനം കാസർഗോഡ് റിപ്പീറ്റഡ് ചോദ്യം. ഇത്ര ഓർത്ത് വെക്കുമോ നിങ്ങള്? പറയൂ. ഇത്രയും പഠിച്ചിട്ടേ പോകത്തുള്ളല്ലോ. പോണം. എന്നാൽ നമുക്ക് അടുത്ത എക്സാമുകൾക്കും എല്ലാം യൂസ്ഫുൾ ആണ്. അതേപോലെ ഇതാണ് നമ്മുടെ ഫാൽക്കൺ PSC എന്ന് പറയുന്ന ടെലിഗ്രാമിലെ ചാനൽ. അപ്പം ഇതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ നിന്നും ഒത്തിരി അപ്ഡേഷൻസ് കിട്ടും. കറണ്ട് അഫയേഴ്സ് ഇടും, റിലേറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പറിലും റിലേറ്റഡ് ഫാക്ടുകൾ ഇടും. ഇതൊക്കെ അവിടെ ഫോർവേഡ് ചെയ്ത് വന്നതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ സ്ലൈഡ് ചെയ്ത് വെച്ചതാ. അപ്പൊ അപ് ടു ഡേറ്റ് ഗ്രൂപ്പിലുള്ളവർ ഡെയിലി GKകൾ വായിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് നല്ല അഡ്വാൻറ്റേജ് ഉണ്ടാവും. അതേപോലെ ഇതേപോലത്തെ കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ടതും എല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ വെൽക്കം, ജോയിൻ ചെയ്യുക. ഓക്കെ. ഇനി കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട സമത്വ സമാജം 1000 തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാ. സിമ്പിളാ. ഏക സമാധാനം കിട്ടിയ ചോദ്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും അല്ലെ. വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം. ചട്ടമ്പി സ്വാമികളുടെ എന്താ? അദ്വൈത ചിന്താ പദ്ധതി, ആദിഭാഷ, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, ക്രിസ്തുമത ചേതനം, ക്രിസ്തുമത നിരൂപണം ഒക്കെ അല്ലേ. ശരി. ഇനി വാഗ്ഭടാനന്ദൻ, വാക്ക് കൊടുത്ത മല പോലെ ഉറച്ചിരിക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മലബാറിലെ ശ്രീനാരായണ ഗുരുവാണ്, എക്സെട്ര. നല്ല വാക്കുകൾ പറഞ്ഞാൽ ഭയങ്കര ആത്മസുഖം കിട്ടും ഇല്ലേ. ഇതൊക്കെ പറഞ്ഞിട്ടില്ലേ നമ്മള്. ആത്മവിദ്യാസംഘം ഒക്കെ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്.
ഇനി പന്തിഭോജനമാണെങ്കിൽ തൈക്കാടയ്യ എക്സെട്ര എക്സെട്ര നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും റിലേറ്റഡും പറയും. ഇനി റിനേസൻസ് ലീഡേഴ്സ് മാത്രം അവിടെ റിലേറ്റഡ് വേണമെന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യണം. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഒരു ഫാമിലി മെമ്പർ ആണെന്ന് ഓർത്ത് നിങ്ങൾക്ക് എന്ത് വേണം അടുത്ത ക്ലാസ്സുകൾ എന്നുള്ളത് കമന്റ് ചെയ്യണം. അപ്പം അത് കൂടുതലാണ്, ഞാൻ അത് ബേസ് ചെയ്ത് പ്രയോറിറ്റി ചെയ്ത് ആദ്യം വീഡിയോസ് തരും കേട്ടോ. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് ഇവിടെ പറയാം, പഠിച്ച് നേടാം. അത് അതാണ് പ്രൈമറി സംഭവം, അത് നടന്നോളും. അത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് ഇനി എന്ത് വേണം അതുകൂടെ പറയണം. ഓക്കെ. ഇനി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിൽ നേടുന്നതിന് ശ്രീ PJ ആന്റണിയാണ്. ഓക്കെ, ഇത് തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, പഠിക്കാവോ? അപ്പൊ മലയാളത്തിൽ നേടുന്നത് ആരാണ്? ദേശീയ പുരസ്കാരം മികച്ച നടനുള്ളത് ആരാദ്യം കിട്ടിയത്? ശ്രീ PJ ആന്റണി. മികച്ച നടൻ ശ്രീ PJ ആന്റണി. അടുത്ത ചോദ്യം ഇത് ഓർത്ത് വെച്ചോളൂ, നമ്മളിങ്ങനെ പറയുന്നതെല്ലാം വരും, അല്ലെങ്കിൽ സെറ്റാണ്. ഓക്കെ, ഏതാ അത്? നിർമാല്യമാണ്. ഓക്കെ, അത് നിർമാല്യമാണെന്ന് ഓർത്തു വെച്ചോണം. അടുത്തത് അമ്പ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവൽ ഏതാണ്? ഇത് ഈ അടുത്തിടയ്ക്കുള്ളത്. ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്ത കൂട്ടത്തിൽ നിങ്ങൾ പഠിച്ചു പോകത്തേ ഉള്ളൂ, അല്ലാതെ നോവലുകളെല്ലാം പോയി നോക്കി കാര്യങ്ങൾ പഠിച്ചു വെക്കുന്നത് വളരെ കുറവായിരിക്കും. അത് വായിക്കുന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അത് അല്ലെ അത് സ്കിപ്പാണ് കേട്ടോ, നോർമലാ. അപ്പൊ നമുക്ക് നോക്കാം ആരായിരുന്നത്? സമുദ്രശില. ഓക്കെ, സമുദ്രശില ഓർത്തു വെച്ചോണം. ഈ സമുദ്രശില എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രന്റെ ആണ്. അടുത്ത ചോദ്യം അതാകും. ഓക്കെ, സമുദ്രശില സുഭാഷ് ചന്ദ്രൻ. ഓക്കെ, അടുത്തത് നോക്കി, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായിട്ടുള്ള ചേരമൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? നോക്കിയത് ഫസ്റ്റ് ജുമാ മസ്ജിദ് ഇൻ ഇന്ത്യ 629 ഇത് പണിതിട്ടുള്ളത് അല്ലെ. ആദ്യത്തെ മുസ്ലിം പള്ളിയായിട്ടുള്ള ചേരമൻ ജുമാ മസ്ജിദ് എവിടെയാണെന്ന ചോദ്യം. അപ്പൊ എവിടെയാ? അത് കൊടുങ്ങല്ലൂരാണ്. ഓക്കെ, കൊടുങ്ങല്ലൂര്. ഇനി ഭയകൗടല്യ ലോപങ്ങൾ വളർത്തുകിൽ ഒരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏതാണ് ഈ കൂട്ടത്തിൽ? ഏതാണെന്നറിയാമോ? സ്വദേശാഭിമാനി. ഇമ്പോർട്ടന്റ്. ഇതിന്റെ ഫൗണ്ടർ ആരാണ്, അല്ലെ ഓണർ ആരാന്ന് PSC സ്ഥിരം ചോദിക്കാറുള്ളത്. ആരാ? വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പത്രാധിപനായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. മനസ്സിലായോ? അപ്പൊ ഭയകൗടല്യ ലോപങ്ങൾ എന്നുള്ളത് സ്വദേശാഭിമാനി പത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി നമ്മുടെ SCRT എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? ഈ സ്വദേശാഭിമാനി പത്രം വീണ്ടെടുക്കാതിരിക്കാൻ വേണ്ടി ഉള്ള കാരണം ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുമല്ല ഇതിന്റെ സ്ഥാപകനായിട്ടുള്ളത് ആരാണെന്നും പറഞ്ഞിട്ടുണ്ട്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഒന്ന് വായിക്കാമോ? പോസ്റ്റ് ചെയ്ത് വായിച്ചിട്ട് പോയേ. ഒളിമ്പിക്സ് സത്യപ്രതിജ്ഞ ആദ്യമായി നടന്ന വർഷം എന്തൊരു ഡിഫറെന്റ് ചോദ്യം അല്ലെ. 1920 ലിബറോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? അപ്പോഴേ കുറെ ഗെയിമുകളും അതിന്റെ ടേമുകളും ചോദിക്കാറുണ്ട്. അത് ഫുള്ള് ഞാനിപ്പോ തരാം. നിങ്ങൾ ഇത് വായിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇനി വരുന്ന എക്സാമുകൾക്ക് എല്ലാം മെയിൻ ആയിട്ട് ASMനൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് ഇതിന്നൊരു ചോദ്യം കയറി വരിക. അപ്പൊ ഇത് പിന്നെ മെയിൻസ് ലെവലിൽ അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അതുകൊണ്ട് ലിബറോ എന്നുള്ളത് നമുക്ക് മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള റിലേറ്റഡ് പഠിക്കാം. ലിബറോ വോളിബോൾ ആണ്. ഓക്കെ, ലിബറോ വോളിബോൾ, ലിബറോ വോളിബോൾ. ബാക്കി ഒന്ന് വായിച്ചേ. ഈ സ്ക്രീൻഷോട്ട് എവിടെ നിന്ന് എടുത്തതാ? നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ഫാൽക്കൺ PSC എന്നാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും, ജോയിൻ ചെയ്യുക. ഡെയിലി 10:30 ലൈവ് ക്യൂസുകളുണ്ട്. ഫുൾ സബ്ജക്ട്സ്, റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ടോപ്പിക്സും തന്ന് ഡെയിലി പഠിച്ചാ പോകുന്നത്. ജോയിൻ ചെയ്യണേ. അപ്പൊ കായിക ഇനങ്ങളും ബന്ധപ്പെട്ട പദങ്ങളും ഉണ്ട്. ഹോക്കിയുമായി ബന്ധപ്പെട്ട ബുള്ളി, കാരി, സ്കൂപ്പ് അല്ലെ. ഹോക്കിയിൽ സ്കൂപ്പ് ചെയ്യുക പറയും കേട്ടോ. അപ്പം ഹോക്കി, ബുള്ളി, കാരി, സ്കൂപ്പ്. ടെന്നീസിന്റെ അതാണെങ്കിൽ ഡ്യൂസ്, പിന്നെ സ്ട്രോക്ക്, എക്സെട്ര എക്സെട്ര. വായിക്കാമോ? വോളിബോൾ ആണെങ്കിൽ ലിബറോ. അപ്പൊ ഗ്രൂപ്പിന്റെ അത് ഷെയർ ചെയ്ത സമയത്ത് വായിച്ചിട്ടാണ് കിട്ടിയാനേലോ അല്ലെ. ബ്ലോക്ക്, ഇതൊക്കെ ഓർത്ത് വെക്കുവോ? ഇനി ഇതെല്ലാം ബൈഹാർട്ട് ചെയ്യാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് ഈ ഗെയിമുമായി ബന്ധപ്പെടാത്ത ആൾക്കാർക്ക് ഇത് പാടായിരിക്കും, ഉറപ്പായിട്ടും പാടായിരിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, ഒരുമിച്ച് വായിച്ചു പോവാം. അപ്പൊ അത് ചിലപ്പോൾ കൂടുതൽ ഓർത്തിരിക്കാം എക്സാമിന് വരുമ്പോൾ. ബാസ്കറ്റ് ബോളിൽ കണ്ടോ, ഹൂപ്പ് കണ്ടോ, ടാപ്പ് കണ്ടോ. ഇനി കബഡിയിലാണെങ്കിലോ ലോൺ, കബഡി ലോൺ ആണ് അല്ലേ. റെഡി, ഓർത്ത് വെക്കൂ. അതേപോലെ ബാക്കിയുള്ളത് ഇവിടെ നിന്ന് വായിച്ചേ. ബാഡ്മിന്റൺ, ഡ്യൂസ് ഉണ്ട്, സ്മാഷ് ഉണ്ട്, ഡ്രോപ്പ് ഉണ്ട്, ഗെയിം ഉണ്ട്, ലവ് ഉണ്ട്, ഡബിൾ ഫോൾട്ട് ഉണ്ട്. ബേസ്ബോൾ ആണെങ്കിൽ പിക്ചർ, സ്ട്രൈക്ക് 1, സ്ട്രൈക്ക് 2 ബേസ്ബോളിൽ പറയാറില്ലേ. ഇനി ബോട്ട് റേസ് ആണെങ്കിൽ കോക്സ് ഉണ്ട്, ഇമ്പോർട്ടന്റ്. ബോട്ട് റേസ് ആണെങ്കിൽ കോക്സ് ഉണ്ട്. ബില്ലിയാർഡ്സ് ആണെങ്കിൽ ജിഗർ, ബ്രേക്ക്, സ്ക്രാച്ച്. ഓക്കെ, ബോക്സിംഗ് ജാബ്, ഹുക്ക്, പഞ്ച്, നോക്കൗട്ട് ഒക്കെ കേട്ടിട്ടില്ലേ, അത് കോമൺ ആയിട്ട് അറിയാലോ. ബ്രിഡ്ജിനാണെങ്കിൽ റിവോക്ക്, റഫ്, ഡമ്മി, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. പിന്നെ ചെസ്സിന്റെ അതാണെങ്കിലോ ഗ്യാമ്പിറ്റ് എന്നുള്ളത് ഓർത്താൽ മതി. ബാക്കി നിങ്ങൾക്ക് കിട്ടും. ചെക്ക് മേറ്റും സ്റ്റെയിൽ മേറ്റും ചെക്കും ഒക്കെ ചെസ്സുമായി ബന്ധപ്പെട്ടല്ലേ. ഗ്യാമ്പിറ്റ് ഒന്ന് ഓർത്ത് വെക്കണം. അതേപോലെ ബാക്കിയുള്ളത് തന്നിട്ടുണ്ട്, നോക്കാമോ? ഇതിന്റെ PDF ആയിട്ട് നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത് തരാമേ. നമ്മുടെ ടെലിഗ്രാം ചാനലിലുണ്ട് ഇത്, ഫാൽക്കൺ PSC. അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ഈ ടെലിഗ്രാം തരാം,
സോറി ടെലിഗ്രാം തരാമെന്നല്ല, PDF തരാം. അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ അകത്ത് ഉണ്ടാവും കേട്ടോ. ഈ ക്ലാസ് കഴിയുമ്പോൾ വന്ന് ഡൗൺലോഡ് ചെയ്ത് വായിക്കണം. എന്നിട്ട് ചുമ്മാ ഫ്രീ ആയിട്ട് വായിച്ചോ. എന്തായിരിക്കും കാര്യം ഫ്രീ ആയിട്ട് വായിക്കാൻ പറയുന്നത്? പ്രിലിംസ് അല്ലേ, കുറെ ചോദ്യങ്ങൾ പഠിക്കണമല്ലോ. പഠിക്കാം, 600 മണിക്കൂർ പഠിക്കാം, 1000 മണിക്കൂർ പഠിക്കാം, 50 ദിവസം പഠിക്കാം, 500 ദിവസം പഠിക്കാം. പക്ഷേ ഏറ്റവും ഇനി എഫക്റ്റീവ് ആയിട്ടുള്ളത് സ്റ്റേജ് 1 ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്റ്റുമാണ്. ഇതിൽ നിന്ന് തന്നെ കുറെ ചോദ്യങ്ങൾ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് കിട്ടും. എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് നല്ല രീതിയിൽ കറണ്ട് ട്രെൻഡിൽ കിട്ടും. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് വീഡിയോസ് ഇത് തന്നെ കേട്ടോ. ഓക്കെ, അപ്പം നല്ലപോലെ ഇത് റെഫർ ചെയ്ത് നല്ലപോലെ പഠിച്ചിട്ട് ബാക്കിയുള്ളത് പഠിക്കുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒന്നും പഠിക്കാതിരിക്കേണ്ടതല്ല, ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അപ്പം ഫുട്ബോൾ, ക്രിക്കറ്റ്, അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടോ ഒന്ന് വായിക്കണേ, വായിച്ചു നോക്കിക്കേ. അതിനുവേണ്ടി എല്ലാം തന്നിട്ടുണ്ട്, വായിച്ചിട്ട് പോയാൽ മതി. എക്സാം ഹോളിൽ പോയിരിക്കുമ്പോഴത്തേക്കും തലയിൽ കയറി വന്നോളും. ഓക്കെ, ശരി. അടുത്തത് ബംഗ്ലാദേശിന്റെ ദേശീയ കളി ഏതാണ്? ഇത് നമ്മൾ ഷെയർ ചെയ്ത് തരാറുള്ളതല്ലേ. ഇതേതാ? ബംഗ്ലാദേശിന്റെ ആണെങ്കിൽ കബഡിയാണ്, ബംഗ്ലാദേശിന്റെ കബഡി. ഇന്ത്യയുടെ ആണെങ്കിൽ ഏതൊക്കെയാ? ഫീൽഡ് ഹോക്കി. പാകിസ്ഥാന്റെ ആണെങ്കിൽ ഫീൽഡ് ഹോക്കി. ബംഗ്ലാദേശിന്റേത് കബഡി. ഇതും നമ്മുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നതാ. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ലൈവായിട്ട് നിങ്ങൾക്ക് ഡെയിലി ക്യൂസ് ജോയിൻ ചെയ്ത് പഠിക്കാം. 1 രൂപ പോലും ഇല്ല, ഫ്രീ ആയിട്ട് പഠിക്കാം. അതിന് ടോപ്പിക്സും അയച്ചു തരും, ക്യൂസസ് നേരത്തെ ചെയ്ത് ആ ഗ്രൂപ്പിലിടും. അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്തിട്ട് ലാസ്റ്റ് 10-30 ആകുമ്പോൾ ലൈവ് ക്യൂസ് ചെയ്യാം. അങ്ങനെ പഠിക്കാം. ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഡൗട്ട്സ് ഷെയർ ചെയ്യാം, ഫ്രണ്ട്സ് ആകും, പഠിച്ച് മുന്നോട്ട് സൂപ്പറായിട്ട് പോകാം. ഓക്കെ, അടുത്ത നേപ്പാൾ ആണെങ്കിലോ വോളിബോൾ, ഭൂട്ടാൻ ആണെങ്കിലോ ആർച്ചറി. ഇത് വായിച്ചാൽ മതി, ഇല്ലെങ്കിൽ ചുമ്മാ ആലോചിച്ച് ഭൂട്ടാന്റെ ദേശീയ കളി ഏത്? അങ്ങനെ ഇരിക്കരുത്. ഭൂട്ടാൻ ആർച്ചറി. അതേപോലെ ടൈം എടുത്ത് വായിക്കാനാണെങ്കിൽ ഓസ്ട്രേലിയ ക്രിക്കറ്റ്, ബ്രസീൽ ഫുട്ബോൾ, കാനഡ ഐസ് ഹോക്കി, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെ ഹോക്കി, പിന്നെ ജപ്പാന്റെ ജൂഡോ അല്ലെങ്കിൽ ജുജിത്സു പറയും. ഇതിങ്ങനത്തെ ഒന്ന് വായിച്ച് നോക്കണം. റഷ്യയുടെ അടുത്ത് ചെസ്സും ഫുട്ബോളും വരും. സ്കോട്ട്ലൻഡിന്റെ റഗ്ബി, സ്പെയിനിന്റെ ബുൾ ഫൈറ്റിംഗ്. ഓക്കെ, പാകിസ്ഥാന്റെയും ഹോക്കി, ചൈനയുടെ ടേബിൾ ടെന്നീസ് ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് നെയ്ബേഴ്സിന്റെ ഒന്ന് നോക്കി വെച്ചേക്കണം. നെയ്ബേഴ്സിന്റെ തന്നെ ദേശീയ ഗെയിമുകളാണ് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. ആലോചിച്ച് നോക്ക്, ചോദ്യങ്ങളൊക്കെ ഒന്ന് റീകളക്ട് ചെയ്തേ. അങ്ങനല്ലേ? അപ്പം ചൈന ഓർത്ത് വെച്ചോണം, ജപ്പാൻ ഓർത്ത് വെച്ചോണം, മലേഷ്യ ഓർത്ത് വെച്ചോണം, പാകിസ്ഥാൻ ഓർത്തോ, റഷ്യ ഓർത്തോ, സ്പെയിനൊക്കെ ഒന്ന് ഓർത്തോ, ഒന്ന് പഠിച്ചോ. ബേസ്ബോൾ ആണ് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അപ്പൊ ബേസ്ബോൾ പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ബേസ്ബോളിൽ എന്തായിരുന്നു ഇപ്പൊ ഒരു ടൈം നമ്മൾ പഠിച്ചിട്ട് വന്നേ, അപ്പൊ തിരിച്ചു പോയി ഇത് വായിക്കണം. അപ്പൊ കൂടുതൽ ഓർത്തിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ അത് അറിയത്തില്ലെങ്കിൽ അപ്പൊ വായിച്ച കൂടുതൽ ഓർത്തിരിക്കും. വായിച്ചേ, മനസ്സിലായോ? പോസ് ചെയ്തൊന്ന് വായിച്ചോ. നിങ്ങൾക്ക് വേണ്ടി തിരിച്ചു കൊണ്ടുവന്നത് എന്തിനാ? വായിക്കാൻ. ഇത് പോസ് ചെയ്ത് വായിക്കണം. PDF തരാം കേട്ടോ. ബേസ്ബോൾ ഉണ്ട്. പിച്ചർ, സ്ട്രൈക്ക്, ഡയമണ്ട്, ബണ്ടിങ്, ഹോം, പുട്ട് ഔട്ട്. ഓക്കെ, അടുത്ത താഴെ പറയുന്നവയിൽ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ ഏതാണ്? എന്തൊരു കോംപ്ലിക്കേറ്റഡ് ചോദ്യമായത്. ചിലർക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും, എന്നാലും ഒട്ടുമുക്കാൽ ആൾക്കാർക്കും ഇത് ഒരുമാതിരി ഭയങ്കര ഡിഫിക്കൽറ്റി കൂടി പോയി. സംഭവം സിമ്പിളാ, പക്ഷെ ഡിഫിക്കൽറ്റി കൂടി. എങ്ങനെ? സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തത്. ഓക്കെ, സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തതൊക്കെ ഇതിൽ കണ്ടുവെക്കണം. ലിബർ ഓഫീസ് കാൽക്ക്, കാൽക്കുലേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. കാൽക്ക് അല്ലെ? ലിബർ ഓഫീസ് റൈറ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലിബർ ഓഫീസ് കാൽക്ക് ആണ്. ഇതും ഏതിന്നാ? SCRT പഠിച്ചിട്ടുള്ളത് ആണ് അല്ലെ? അപ്പം ഈ സ്പ്രെഡ്ഷീറ്റ് ആണിത്. ഓക്കെ, മൈക്രോസോഫ്റ്റ് എക്സൽ സ്പ്രെഡ്ഷീറ്റ് ആണ്. ആപ്പിൾ നമ്പേഴ്സ് iOS-ലത്തെ സ്പ്രെഡ്ഷീറ്റ് ആണ്. ഓക്കെ, ഗൂഗിൾ ഷീറ്റും നമ്പേഴ്സാണ്. അപ്പൊ ഇതെല്ലാം സ്പ്രെഡ്ഷീറ്റ്. അപ്പൊ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കുമ്പോൾ മുകളിൽ തന്നവ ഒന്നും അല്ല എന്നല്ല ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ഇത് ടഫ് ആവുന്നത്. ലിബർ ഓഫീസ് കാൽക്ക് സ്പ്രെഡ്ഷീറ്റാ, മൈക്രോസോഫ്റ്റ് എക്സൽ സ്പ്രെഡ്ഷീറ്റാ, ആപ്പിൾ നമ്പർ സ്പ്രെഡ്ഷീറ്റാ, ഗൂഗിൾ ഷീറ്റും സ്പ്രെഡ്ഷീറ്റാ. ഓപ്ഷനിൽ എന്തേ ഉത്തരം കാണുന്നില്ല. മുകളിൽ തന്നവ പറയുന്ന ഒന്നും സ്പ്രെഡ്ഷീറ്റ് അല്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണോ? റെഡി അല്ലേ? കിട്ടുമോ? ഇത് പെട്ടെന്ന് കിട്ടുന്നവരുണ്ട്, വെരി ഗുഡ്, സൂപ്പർ. അല്ലാത്തവർക്ക് ഒരുപാട് കിളി പോകുന്ന ഒരു സംഭവമായിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മുകളിൽ പറയുന്നവ ഒന്നുമല്ല എന്നുള്ളതാണ്. സ്പ്രെഡ്ഷീറ്റ് അല്ലാത്ത വേദ മുകളിൽ പറഞ്ഞ ഒന്നുമല്ല. റെഡി അല്ലേ? ശരി, അടുത്തൊന്ന് നോക്കിക്കേ. മൈക്രോസോഫ്റ്റ് എക്സല്, ഗൂഗിൾ ഷീറ്റ്, സോഹോ ഷീറ്റ്. ഒന്ന് വായിച്ചു, എക്സാമിന് വന്നെങ്കിലേ ഞെട്ടുന്ന നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ WPS ഓഫീസ്, എതർ കാൽക്ക്, ആപ്പിൾ നമ്പേഴ്സ് ഒക്കെ സ്പ്രെഡ്ഷീറ്റ് ആണ്. ഇനി ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ഈ കൂട്ടത്തിൽ ഏതാണ്? ഹാർഡ് ഡിസ്ക് ഏതാ? അതെ, ഈ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് നിങ്ങളിത് പറയാൻ നേരം എടുത്ത് എൻ്റെ ഉണ്ട് പഠിപ്പിക്കാൻ നേരം നമ്മുടെ ഫുൾ കണ്ടന്റ് ക്ലാസ് ഞാനത് കാണിച്ചു തരാറുണ്ടായിരുന്നു. ഇതുപോലെ വ്യത്യസ്തരമായിട്ടുള്ള എല്ലാ ഹാർഡ്വെയർസ് നമ്മുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ സൂപ്പർ ആയിട്ട്. അപ്പൊ ഫുൾ കണ്ടന്റ് ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ട് ഇനി ഞാൻ ഇൻഫോം ചെയ്യാം. അപ്പം ഹാർഡ് ഡിസ്ക്, ഇത് ഹാർഡ് ഡിസ്ക് ആണ്. ഓക്കെ, ഇതിന്റെ അകത്ത് മാഗ്നറ്റിക് സ്റ്റോറേജ് ആണിത്. മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണിത്. കണ്ടോ? ഇനി ഇതൊരു റൗണ്ട് കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നത്? ഈ റൗണ്ട് നമുക്ക് ഇപ്പൊ പടത്തിൽ കാണാം. കണ്ടോ? ഇതാണ് ഈ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതും ഇതും സെയിമാ.
ഈ ടോപ്പിലത്തെ ഈ ബോർഡ് ഉണ്ടല്ലോ PCB, ഇത് അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ നമ്മളിത് ഈ സ്ക്രീനിൽ കാണുന്നത് തന്നെയാണിത്. ഓക്കെ, ഇതെങ്ങനെ സ്റ്റോറേജ് ചെയ്യുന്നത്? ഇത് മാഗ്നറ്റിക് ടേപ്പ് ആണെന്ന് ഓർത്ത് വെച്ചോണം. ഇനി ഇതിന്റെ അകത്ത് ഡേറ്റ മൊത്തം കളയുന്നതിന് നമ്മൾ എന്ത് പറയും? ഫോർമാറ്റ് ചെയ്യുക എന്ന് പറയും, അല്ലെ? ഫോർമാറ്റ് ചെയ്യുക എന്ന് പറയും. ടെക്നിക്കലി പറയുവാണെങ്കിൽ ട്രാക്കും സെക്ടറും ആക്കി മാറ്റുന്നതിനെയാണ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതും പഠിച്ചു വെച്ചോണം. അപ്പൊ എന്താ ഫോർമാറ്റിംഗ്? ട്രാക്കും സെക്ടറും ആക്കി മാറ്റുന്നതാണ് ഫോർമാറ്റിംഗ് ഉള്ളത്. ഓക്കെ, ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. CD, DVD, ബ്ലൂറേ ഒക്കെ എന്ന് പറയുമ്പോൾ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ആണ്, അല്ലെ? ലേസർ വെച്ചിട്ടാണ്. ഇവിടെ അങ്ങനെ ലേസർ ആണോ? അല്ല, ഇത് മാഗ്നറ്റിക് റീഡിംഗ് ആണ്. ഈ നീഡിലാണ് റീഡ് ചെയ്യുന്നത്. ഈ ഡിസ്ക് കിടന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, കറങ്ങിക്കൊണ്ടിരിക്കും. റെഡി? ശരി, അപ്പം അതൊരു ഐഡിയ കിട്ടിയോ? ഇനി അടുത്ത് താഴെ പറയുന്നവയിൽ ഏത് പ്ലാറ്റ്ഫോം ആണ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നത്? മൈക്രോസോഫ്റ്റ് ടീം ഉപയോഗിക്കുമോ? ഉപയോഗിക്കും. ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുമോ? ഉപയോഗിക്കും. സൂം ഉപയോഗിക്കുമോ? ഉപയോഗിക്കും. ഗൂഗിൾ ക്ലൗഡ് അപ്ലോഡ് ചെയ്ത് വെക്കാനോ, വേറെ ഒന്നിനുമല്ല. അപ്പൊ 4 ഉള്ളതൊക്കെ ഒഴിവാക്കി കളയാം. അല്ലാത്തത് എടുത്താൽ തന്നെ ഇത് പെട്ടെന്ന് കിട്ടും. കൺഫ്യൂഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിലും എലിമിനേഷൻ വഴി അതവിടെ കിട്ടുന്നതാണ്. ഇനി കോമൺ ആയിട്ടുള്ളതായ എല്ലാവർക്കും പാഠം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് ഇത് അറിയായിരിക്കും. എന്നാലും ബേസ് IT-യുടെ വീക്ക് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പാടായിരിക്കും. സെർച്ച് എഞ്ചിനും വെബ് ബ്രൗസറും നമ്മൾ എന്തെങ്കിലും തപ്പാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സെർച്ച് എഞ്ചിൻ. എക്സാമ്പിൾ എന്തൊക്കെയാ? ഗൂഗിളിൽ പോയി എന്തെങ്കിലും തപ്പത്തില്ലേ? സെർച്ച് എഞ്ചിൻ. യാഹൂയിലും പോയി എന്തെങ്കിലും തപ്പത്തില്ലേ? സെർച്ച് എഞ്ചിൻ. അതേപോലെ മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിന്റെ പേരെന്താ? PSCയുടെ റിപ്പീറ്റഡ് ചോദ്യമാണ്. മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിന്റെ പേരെന്താ? ബിങ് ആണ്. ഓക്കെ, ഇനി ഈ ഗൂഗിളും യാഹുവും മൈക്രോസോഫ്റ്റിന്റെ ബിങ്ങിനെ ഒക്കെ കയറാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ പേരാണ് വെബ് ബ്രൗസർ. അതായത് ഗൂഗിൾ ക്രോം, ഓക്കെ, അല്ലെങ്കിൽ എഡ്ജ്. മൈക്രോസോഫ്റ്റിന്റെ ബ്രൗസർ ആണ് എഡ്ജ്. പിന്നെ അല്ലെങ്കിൽ പിന്നെ എന്തൊക്കെ പറയാം? മോസില, ഫയർഫോക്സ്, ഒപ്പേറ മിനി. ആപ്പിളിന്റെ ആണെങ്കിൽ സഫാരി, എക്സെട്ര എക്സെട്ര ഒക്കെ ആപ്ലിക്കേഷൻസ് ആണ് നെറ്റിൽ കയറാൻ വേണ്ടി സഹായിക്കുന്നത്. നെറ്റിൽ കയറിയിട്ട് നമുക്ക് എന്തെങ്കിലും തപ്പിയെടുക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് സെർച്ച് എഞ്ചിൻ. മനസ്സിലായോ? ബേസ് ആണ്. ഒന്നുകൂടെ ബാക്ക് അടിച്ച് കേട്ടത് പഠിക്കണം. അപ്പൊ ഓൺലൈൻ ഹാരാസ്മെന്റ് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഞാൻ നിങ്ങളെ പഠിക്കാൻ ഹരാസ് ചെയ്തു എന്ന് പറയുവാണെങ്കിൽ അത് ഓൺലൈൻ വിഭാഗത്തിൽ, ഞാൻ എനിക്കെതിരെ വകുപ്പുകൾ പറഞ്ഞു തരുമല്ലോ, പഠിക്കാൻ വേണ്ടി പറയാം. അപ്പൊ ഓൺലൈൻ ഹാരാസ്മെന്റ് ഏത് വിഭാഗത്തിൽ പെടുന്നു? സൈബർ ബുള്ളിങ് എന്ന് വരും. ഓക്കെ അല്ലേ? ശരി, ഇനി നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്. ഓക്കെ, ഇത് അടുത്ത ചോദ്യങ്ങളാവേ. ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും പിന്നെ മറ്റു വിവരങ്ങളൊക്കെ ഇല്ലേ? ഫിഷിംഗ് എന്ന് പറയാം. അതായത് ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ എനിക്ക് നിങ്ങളുടെ വേണം. എനിക്കല്ല, ഹാക്ക് ചെയ്യുന്നവർക്കും തട്ടിപ്പുകാർക്കും. അപ്പൊ അവർക്ക് വേണമെന്ന് വെച്ചു. ഇപ്പൊ നിങ്ങളുടെ അതേപോലെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, ബാങ്കിന്റെ ഡീറ്റെയിൽസ്, ലോഗിൻ ഡീറ്റെയിൽസ് ഒക്കെ തട്ടിയെടുക്കാൻ വേണ്ടി ഓരോ മെയിൽ അയക്കും, ഓരോ ലിങ്ക് അയച്ചു തരും. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ അത് അവർക്ക് കിട്ടും. ഇതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. സെൻസിറ്റീവ് വിവരങ്ങളായിട്ടുള്ള പാസ്വേഡും കാര്യങ്ങളും അടിച്ചെടുക്കാൻ വേണ്ടിയുള്ളതാണ് ഫിഷിംഗ്. സ്പാമിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടൂ മച്ച് ആയിട്ട് എല്ലാവർക്കും ഒരു സംഭവം അയച്ചു പോകണേ, അത് സ്പാമിൽ പെടും. അപ്പൊ നമ്മുടെ ഗൂഗിൾ ഇൻബോക്സിൽ തന്നെ സ്പാമിൽ പോയി തപ്പേണ്ടി വരും. കാരണം എന്താ? മെയിൽ ഓൾറെഡി ഡിറ്റക്ട് ചെയ്ത് ഇത് ചുമ്മാ എല്ലാവർക്കും അയക്കുന്നത് എന്തോ ആഡാ, ഇത് എന്റെ ആവശ്യമില്ല യൂസറിനെന്ന് പറഞ്ഞ് മാറ്റിയിടും. അപ്പം ഈ സ്പാം എന്ന് പറയുന്നത് എല്ലായിടത്തും അഡ്വർടൈസ്മെന്റ് പോലെ പല മെസ്സേജുകൾ നമുക്ക് വരത്തില്ല, അതൊക്കെ സ്പാം ആണ്. സൈബർ ബുള്ളിങ് ഓൺലൈൻ ആയിട്ടുള്ള ഹാരാസ്മെന്റ് ആണ്. ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ സെക്ഷൻ 66 വരും, ഇമ്പോർട്ടന്റ് ചോദ്യം. അപ്പം അനുവാദമില്ലാതെ ഒരു സെക്യൂരിറ്റി മറികടന്ന് കയറുന്നതാണ് ഹാക്കിംഗ്. അതിൽ 66B ആണെങ്കിൽ മോഷ്ടിച്ച ഇലക്ട്രോണിക് വസ്തുക്കൾ സ്വീകരിക്കുന്നതും മോഷ്ടിക്കലുമായി ബന്ധപ്പെട്ട 66B. 66C ആണെങ്കിൽ ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. 66D ആണെന്നുണ്ടെങ്കിൽ ആൾമാറാട്ടമാണ്. 66E ആണെന്നുണ്ടെങ്കിൽ പ്രൈവസി എന്ന് ഓർത്തത്, പ്രൈവസിയുമായി ബന്ധപ്പെട്ടതാണ്. ഇത്ര ഓർത്തു വെക്കാമോ? ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പ്രധാനപ്പെട്ട ബേസ് സംഭവങ്ങളൊക്കെയാണ്. ഇനി അടുത്ത ലാന, വാൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായത് ഏതല്ല? ഇതുവരെ PSC ചോദിച്ചിട്ടുള്ള ലാനിനെ പറ്റി ചോദിക്കും. ഏറ്റവും ചെറിയ നെറ്റ്വർക്ക് താഴെ തന്നിട്ടുള്ളവയിൽ ഏത്? അവിടെ പാൻ തന്നിട്ടില്ലെങ്കിൽ ലാൻ ആണ്. അപ്പൊ ഇവിടെ തന്നതിൽ ചെറുതേതാ? ലാൻ ആണ്, അല്ലേ? വലുതേതാ? വാൻ ആണ്. അപ്പൊ അതിനൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ പഠിക്കുന്ന രീതിയിലത്തെ ഒരു കണ്ടന്റ് സ്ലൈഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഒന്ന് നോക്കണം നിങ്ങൾ. ഓക്കെ, ഇപ്പൊ നമ്മുടെ വീട്ടിൽ 3 കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, 1 കമ്പ്യൂട്ടർ, 2 കമ്പ്യൂട്ടർ, 3 കമ്പ്യൂട്ടർ. ഇത് 3 വയർ വെച്ചോ വയർലെസ് ആയിട്ടോ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ലാൻ നെറ്റ്വർക്ക് എന്ന് പറയും. അതായത് ലോക്കലി ഉള്ള കമ്പ്യൂട്ടേഴ്സ് ഇല്ല, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. ഇതിനെയാണ് ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ലാൻ അല്ലേ ചെറുതെന്ന് പറയാൻ കമ്പാരിസൺ ഒന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ. ശരിയാ, വെയിറ്റ്. അപ്പം 3 കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്ത് ഇതാണ് ലാൻ. അപ്പൊ നിങ്ങളുടെ വീട്ടില് 3 കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്തു, അല്ലെ നിങ്ങളുടെ റൂമിന്റെ അകത്ത് 3 കമ്പ്യൂട്ടർ കണക്ട് ചെയ്തു, അല്ലെ ആ ഫ്ലോറിൽ 3 കമ്പ്യൂട്ടർ കണക്ട് ചെയ്തു, അല്ലെ അതിൽ കൂടുതൽ കണക്ട് ചെയ്തു, കേബിൾ ഉപയോഗിച്ച് അല്ലെ വയർലെസ് ആയിട്ട്, അതിനെ ലാൻ എന്ന് പറയും. ഓക്കെ, ഇപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ല യൂട്യൂബ് വഴി ആണല്ലോ. ഓക്കെ, അത് ഞാൻ യൂട്യൂബിലെ സെർവറിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത്.
അങ്ങനെ പല പല സിസ്റ്റങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. നിങ്ങളുടെ റൂമിലിരിക്കുന്നതും അപ്പുറത്തെ റൂമിലിരിക്കുന്നതും അപ്പുറത്തെ വീട്ടിലെ സ്കൂളിലത്തെ നെറ്റ്വർക്കും അതും ഇതും ഒക്കെ കണക്ട് ചെയ്യുന്നതാണ് വാൻ. വാനിന്റെ എക്സാമ്പിൾ ആണ് ഇന്റർനെറ്റ്. റിപ്പീറ്റഡ് PSC ചോദ്യം. വാനിന്റെ എക്സാമ്പിൾ വൈഡ് ഏരിയ നെറ്റ്വർക്കിന്റെ എക്സാമ്പിൾ ഇന്റർനെറ്റ്. അപ്പൊ ഈ കൂട്ടത്തിൽ ഏതായിരിക്കും വലുത്? വാൻ ആയിരിക്കും ഏറ്റവും വലുത്. ഏറ്റവും വലിയ നെറ്റ്വർക്ക് വാൻ ആണ്. ഇന്റർനെറ്റ് ലോകം ഫുൾ കണക്റ്റഡ്. ലാൻ ആണെങ്കിൽ എന്റെ ഈ മുറിയിലുള്ള കമ്പ്യൂട്ടേഴ്സ്, അല്ലെങ്കിൽ ഈ ഫ്ലോറിലുള്ള കമ്പ്യൂട്ടേഴ്സ്, അല്ലെങ്കിൽ ബിൽഡിംഗ് മൊത്തത്തിലുള്ള കമ്പ്യൂട്ടേഴ്സ് ആണ് ലാൻ വരുന്നത്. ഐഡിയ കിട്ടിയോ? ഒന്നുകൂടെ ചുമ്മാ നോക്കിയേ. ലാൻ, നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, അത് വേറെ കമ്പ്യൂട്ടറുമായിട്ട് കേബിൾ വെച്ച് കണക്ട് ചെയ്യുന്നു. കേബിൾ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര GBps 150 GBps ഒക്കെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാം. ഭയങ്കര ഫാസ്റ്റാ. കാരണം വയർ വെച്ചല്ലേ കണക്ട് ചെയ്തേക്കുന്നത്. ഭയങ്കര ഫാസ്റ്റാ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ഒറ്റ റൂമിലാണെങ്കിൽ അത് ലാനും, അതിന്റെ സ്പീഡ് ഭയങ്കരമാണ്. എന്നാൽ ഇന്റർനെറ്റിന്റെ സ്പീഡ് നിങ്ങൾക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ അറിയാമല്ലോ. ഒരു മൂവി ഡൗൺലോഡ് ചെയ്യാൻ എത്ര മണിക്കൂർ എടുക്കും? ഒരു ഫോട്ടോ കാണണമെങ്കിൽ എത്ര ബ്രൗസിംഗ് ടൈം എടുക്കും, അല്ലെങ്കിൽ ലോഡിംഗ് ടൈം എടുക്കും? അപ്പൊ ഇന്റർനെറ്റിന്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 120 MBPS ഒക്കെ ആയിരിക്കും. ബ്രോഡ്ബാൻഡ് ഒക്കെ ആണെങ്കിൽ 100 MBPS ഉണ്ടാവും ഹയസ്റ്റ്, 150 ഉണ്ടാവും ഹയസ്റ്റ്. ഇനിയിപ്പോ 5G ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 200 300, ചില സ്ഥലങ്ങളിലൊക്കെയാണ് 600 MBPS വരെ പോകത്തുള്ളൂ ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് ഏതിൽ വരും? വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പോ ഇവിടെ 150 GBps 100 GBps പറയുമ്പോൾ ഏറ്റവും വേഗത ഏതാ? സ്പീഡിന്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ തൊട്ടടുത്തുള്ള കമ്പ്യൂട്ടറിൽ വയർ വെച്ച് കണക്ട് ചെയ്ത ലാൻ തന്നെയായിരിക്കും വാനിനേക്കാളും സ്പീഡ്, അല്ലേ? ശരി. ഏറ്റവും വലുത് സൈസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലുത് ഏതായിരിക്കും? വാൻ ആയിരിക്കും ലാനിനേക്കാളും വലുത്. ഒരു ഐഡിയ കിട്ടിയോ? കിട്ടിയില്ലേ? ഓക്കെ, ഇതാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുള്ളത്. വാൻ ലാനിനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു. ശരിയല്ലേ? വാനിന്റെ എക്സാമ്പിൾ എന്താ? ഇന്റർനെറ്റ്. ലാനിനു വാനിനേക്കാൾ വേഗത കൂടുതലാണ്. ലാനി 150 GBps. കമ്പ്യൂട്ടർ വയർ കണക്ട് ചെയ്തേക്കോ, വയർ കുത്തി കണക്ട് ചെയ്തേക്കോ. വാൻ എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിന്റെ സ്പീഡ് എന്തോരം പോകും നമുക്ക് അറിയാമല്ലോ. ഇപ്പൊ ഇത് തന്നെ ഇടയ്ക്ക് ബഫറിംഗ് വന്ന് കണ്ടിട്ടുള്ളവരുണ്ടാവും, അല്ലെ? അതേസമയത്ത് ഓഫ്ലൈനിൽ ഡൗൺലോഡ് ചെയ്തിട്ട് കാണുവാണല്ലോ. അതുകൊണ്ട് ഈ 1ഉം 2ഉം ആണ് ഈ കൂട്ടത്തിൽ ശരിയായിട്ടുള്ളത്. ഇനി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മുടെ കണ്ടന്റ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു സംഭവം കൂടെ തരാം. ഏറ്റവും ചെറുത് PSCയുടെ ഓപ്ഷനിൽ വന്നിട്ടുള്ളത് ഏറ്റവും ചെറുത് ഈ കൂട്ടത്തിൽ പാൻ ആണ്. PSCയുടെ ഓപ്ഷൻ, അതും 2024 ലാസ്റ്റ് പാൻ വന്നത്. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. എന്റെ വാച്ച്, എന്റെ ഹെഡ്സെറ്റ്, എന്റെ ഫോണുമായി കണക്റ്റഡ് ആണെങ്കിൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് വരും. ഇനി എന്റെ ഹാർട്ട് ബീറ്റ് നോക്കുന്ന ECGയും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്, അതാണ് ബോഡി ഏരിയ നെറ്റ്വർക്ക് വരുന്നത്. ഏറ്റവും ചെറുത് ബോഡി ഏരിയ നെറ്റ്വർക്ക്. പക്ഷെ PSCയുടെ ഓപ്ഷനിൽ വന്നതിൽ ഏറ്റവും ചെറുത് പാൻ ആണ്. ലാൻ ആണ് അത് കഴിഞ്ഞ് ചെറുത്, അല്ലെങ്കിൽ അതിലും വലുത് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്, അതിലും വലുത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഇതിന്റെ എക്സാമ്പിൾ ആണ് കേബിൾ TV. റിപ്പീറ്റഡ് ചോദ്യം. ഏറ്റവും വലുതാണ് വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ലോകം മൊത്തം കണക്റ്റഡ് ആണ്. ഓക്കെ ആണോ? റെഡി അല്ലേ? പല ഡിവൈസുകളെ കണക്ട് ചെയ്യുന്നു. ഹബ്ബ്. റൗട്ടർ എന്ന് പറയുമ്പോൾ IP അഡ്രസ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ അല്ലെങ്കിൽ ഡിവൈസുകളെ കണക്ട് ചെയ്യുന്നു. PSC ചോദ്യം. ഗേറ്റ് വേ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യുന്നു. ലാനിനെയും വാനിനെയും കണക്ട് ചെയ്യുന്നു. ഇതെല്ലാം PSC ചോദ്യം കേട്ടോ. റെഡി അല്ലേ? റിപ്പീറ്റർ ആണെങ്കിൽ ഒരു സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി, ദൂരത്തിലേക്ക് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇതൊക്കെയാണ് പറഞ്ഞത്. VPN ആണെങ്കിൽ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറയും. VPN. ഒരു ഐഡിയ കിട്ടിയോ? റെഡി അല്ലേ? ഹാക്കേഴ്സിനെ തടയാൻ വേണ്ടിയാണ് ഫയർ വാൾ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടന്റ് ക്ലാസ്സിൽ ഡെപ്തിൽ എടുക്കുന്നതാണ്. കണ്ടന്റ് ക്ലാസ് ലിങ്കുകൾ തരാം. നിങ്ങൾ ഇത് കണ്ടോ? അതായത് ഇതൊക്കെ ഒരു ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. അത് ഇത്രയുമാണ് നമ്മുടെ ലീഡർ ബോർഡ്. ലാസ്റ്റ് നടന്നിട്ടുള്ള നമ്മുടെ ടെലിഗ്രാം ചാനലിലെ ക്യൂസ് ആണ്. ശരി. അപ്പൊ അത് കഴിയുമ്പോൾ തൊട്ടടുത്ത് ഏതിടും? ശബ്ദം. അതായത് സയൻസിന്റെ അകത്ത് ഒരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ടാവും എന്ന് പഠിക്കാൻ, ക്വിസും തന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിന്റെ ലീഡർ ബോർഡാണ് ഈ തന്നിട്ടുള്ളത്. ഇനി തൊട്ടടുത്തത് ചാലഞ്ച് 16. അതിന്റെ അകത്ത് കണ്ടന്റുകൾ തന്നിട്ടുണ്ട്. ഇത് 3 വെച്ച് നടക്കുന്നുണ്ട്. കണ്ടോ? ഇങ്ങനെ ഡെയിലി നിങ്ങൾ പഠിച്ചിട്ട് പോകാമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് എന്തുമാത്രം അപ്ഡേറ്റ് ആവും, എന്തുമാത്രം കറണ്ട് അഫയേഴ്സ് അതിൽ വരും എന്നറിയാം. റീസെന്റ് ക്വസ്റ്റ്യൻസിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അന്നത്തെ ടോപ്പിക്സിൽ ഉണ്ടാവും. ഈ ഒരു എക്സാം ഉണ്ടെങ്കിൽ ഡെയിലി ഇതുപോലെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം പ്ലസ് GKകളും കറണ്ട് അഫയേഴ്സും ഡെയിലി ക്യൂസസും. അപ്പൊ നിങ്ങൾ എന്തുമാത്രം അപ്ഡേറ്റഡ് ആവും നിങ്ങൾക്ക് അറിയാവോ? അപ്പൊ ഇതെല്ലാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിലുണ്ട്, ഫാൽക്കൺ PSC. അതിൽ ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അപ്പൊ ഈ ക്ലാസ് ഒക്കെ ഹെവി യൂസ്ഫുൾ ആയി മാറട്ടെ. നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസിന്റെ വീഡിയോസ് പൊതുവെ സ്റ്റേജ് 2-ന് കിട്ടാൻ കുറവ് തന്നെ ആയിരിക്കും. അധികം ആൾക്കാർ ചെയ്യാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ഇത് ഹെവി യൂസ്ഫുൾ ആയി മാറട്ടെ. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ റെഗുലർ ആയി മാറണം ഇനി മുതൽ കേട്ടോ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, റെഗുലറായി മാറുക. നിങ്ങൾക്ക് അടുത്ത നെക്സ്റ്റ് എക്സാം ഏത് വേണമെന്നുള്ളത് കമന്റും ചെയ്യണം കേട്ടോ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. സമയം ലാഭിക്കണം. നമുക്ക് സമയം നമ്മളെ കൊല്ലും, അല്ലെങ്കിൽ കൊല്ലുന്നല്ല, നമ്മൾ സമയം കൊല്ലേണ്ട വരും ഈ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം പോകാൻ. ഒട്ടും അറിയാത്ത സ്കിപ്പ് ചെയ്തോണം. ഇനി ശരിയായി കിട്ടുന്നുണ്ടെങ്കിൽ അത് മോഡറേഷൻ കഴിയുമ്പോൾ മാർക്കുകളും കൂടെ കിട്ടും. അതുകൊണ്ട് ഡിസ്കറേജ്ഡ് ആയി പഠിക്കേണ്ട, ഹാപ്പി ആയി പഠിച്ചിട്ട് പോകുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് അടുത്ത വേണ്ടത് ഏതെന്ന് പറയുക. താങ്ക് യു സോ മച്ച്. Bye bye.